അല്ലാത്ത പക്ഷം അള്ളാഹുവിന്റെ റസൂല് മരണപ്പെട്ടതോടെ റസൂലുഹു എന്ന ആയത്തിന് വല്ല പ്രസക്തിയില്ല എന്ന് പറയേണ്ടി വരില്ലേ? അള്ളാഹുവിന്റെ ഔലിയാക്കൾ മരണപ്പെടുന്നതോടെ അല്ലെങ്കിൽ സത്യവിശ്വാസികൾ മരണപ്പെടുന്നതോടെ ഈ ആയത്തിന് പിന്നെ പ്രസക്തിയില്ല എന്ന് പറയേണ്ടി വരില്ലേ? തീർച്ചയായും അങ്ങനെ പറയും മറുപക്ഷം എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു, ഇത് അൽമനാണ് ഞാൻ ഉദ്ധരിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് രേഖയായിക്കൊണ്ടല്ല, പ്രത്യേക നിങ്ങളുടെ വാർത്ത ഖണ്ഡിക്കാനാണ്. നിങ്ങൾ പറഞ്ഞത് വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു എന്നാണ്. വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോരാ, സ്നേഹപൂർവ്വം മര്യാദപൂർവ്വം നിങ്ങളുടെ മുഖപത്രത്തിൽ പറഞ്ഞിട്ടുള്ള അർത്ഥം നിങ്ങൾ സമ്മതിക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ്. അതുകൊണ്ട് ഇന്നമാ വലിയക്കുമുള്ളാഹു എന്നതിന്റെ അർത്ഥം അള്ളാഹു നിങ്ങളുടെ ആത്മമിത്രമാണ് എന്നോ അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ ബന്ധുവാണ് എന്നോ അല്ല. അങ്ങനെ അർത്ഥം ഉണ്ടാകാം. പക്ഷെ ആത്മനാളിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ സഹായിയാണ് എന്നാണ്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ സഹായി എന്നാണ്. ഇമാം റാസിയും പറഞ്ഞിട്ടുള്ളത് സഹായി എന്നാണ്. ഇങ്ങനെ തഫ്സീറുകളും രേഖകളും കൂടുതൽ ഉദ്ധരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഉദ്ധരിക്കാതിരിക്കുന്നതാണ്. നാം കബീറിലും അതുപോലെ തന്നെ അൽമനാറിലും ഇങ്ങനെ എല്ലാ പണ്ഡിതന്മാരും ഇവിടെ സഹായി സഹായി എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട وكلمن أنصف وترك التعصب وتأمل في مقدم الآية وفي مؤخرها قطع بأن الولي في قوله إنما وليكم الله ليس إلا بمعنى الناصر والمحب. വിശുദ്ധ ഖുർആനിന്റെ അർത്ഥം വിശദീകരിച്ച ഇമാം റാസി പറയുന്നത്, നിഷ്പക്ഷതയുള്ളവൻ, ആയത്തിന്റെ അവസാനവും ആദ്യവും ചിന്തിക്കുന്നവൻ, അവൻ പറയുകയില്ല, അവൻ അവൻ ഉറപ്പിച്ചു പറയും ബിഅന്നൽ വലിയ ഫീ ഖൗലിഹി ഇന്നമാ വലിയക്കുമുല്ലാഹ് ഇന്നമാ വലിയക്കുമുല്ലാഹു എന്ന ആയത്തിലുള്ള വലിയ എന്നതിന്റെ അർത്ഥം ലൈസ ഇല്ലാ ബിമാന നാസിരി വൽ മുഹിബ്ബി, സഹായിക്കുന്നവൻ, ഇഷ്ടക്കാരൻ എന്ന അർത്ഥത്തിലല്ലാതെ ഈ ആയത്തിന് യാതൊരു അർത്ഥവുമില്ല എന്ന് പറയുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി പറയുന്നു. അതേ അർത്ഥം സമ്മതിച്ചുകൊണ്ട് തന്നെ അൽമനാറിൽ സഹായി സംരക്ഷകൻ എന്ന അർത്ഥം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് സഹായി എന്ന അർത്ഥം അതിലുണ്ടെങ്കിൽ അവരോട് സഹായം ചോദിക്കാം. അതിൽ നിന്ന് മരിച്ചവരെ ജീവിച്ചിരിക്കുന്നവരെന്ന വ്യത്യാസമില്ല, മരിച്ചവരോട് ചോദിക്കാമെന്ന് അബൂ ഹയ്യാൻ നഹ്വി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നു. രണ്ടാമത്തെ വിഷയം ഇസ്തസ്കിരി ഉമ്മത്തിക്കല എന്ന് പറഞ്ഞ ഹദീസിനെ സംബന്ധിച്ചാണ്, അല്ലെങ്കിൽ അസറിനെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് സംഭവം ഒന്നും വിവരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എനിക്ക് സമയം അനുവദിക്കുമെന്ന് അറിയില്ലെങ്കിലും ഞാൻ സൂചിപ്പിക്കുന്നു. ഈ സംഭവത്തിന്റെ അവസാനം പറയുന്നത് സംഭവത്തിന്റെ ലാസ്റ്റ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഈ വ്യക്തി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംഭവങ്ങളൊക്കെ വിവരിച്ചതാണ്. പകുതി വിവരിച്ചതല്ല, ഞാൻ പകുതി വിവരിച്ച് കുറച്ച് കാര്യം പറഞ്ഞ ഭാഷത്തെ വർദ്ധിച്ചതല്ല, സംഭവിച്ച സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു എന്നാണ് എന്റെ അർത്ഥം. ഉമർ അത് കേട്ട് കരഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശപ്രകാരം മഴ കിട്ടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി. അങ്ങനെ മഴ ലഭിച്ചു. ഇവിടെ ഈ വ്യക്തി ഉമർ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ ചെന്ന് മഴ ചോദിച്ചിട്ട് ആ സംഭവം അറിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ മോനെ തിരിച്ചായി പോയല്ലോ, ഇത് തെറ്റായി പോയല്ലോ, ഇത് ഇസ്ലാമിന്റെ വിശ്വാസപ്രകാരം ബഹുദൈവത്വമാണല്ലോ, നീ അതുകൊണ്ട് ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ ഖബറിൽ നിന്ന് റസൂൽ അവിടത്തേക്ക് സലാം മടക്കിയെന്നാണ്. സലാം അല്ലാഹുവിന്റെ റസൂൽ സലാം പറഞ്ഞേക്കുന്നു. അങ്ങനെ സലാം ഈ വ്യക്തി സലാം പറയുന്നു. അതുപോലെ സംഭവങ്ങളെല്ലാം വിവരിക്കുന്നു. അങ്ങനെ സംഭവങ്ങൾ വിവരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയും മഴ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആയത്തും അതുപോലെ തന്നെ ഉമർ ഫാറൂഖിന്റെ കാലത്തുണ്ടായ സംഭവവും രണ്ടും മഹാത്മാക്കളോട് സഹായം ചോദിക്കാറുണ്ട്. ആ ആയത്തിന് തെളിവെല്ലാം തെളിവാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങളുടെ തെളിവല്ല ആയത്തിന്റെ വിശദീകരിച്ച് ചെറിയൊരു അയാൾ തിരിക്കുക മാത്രമേ, മറ്റൊരു പറയുന്നത് തിരിച്ചാൽ മാത്രമേ അയാളെ തിരിച്ചതാണ്, അല്ലാതെ അയാള് വിഷയം ശ്രദ്ധിക്കണം. ഖുർആൻ ആയത്തിന്റെ അർത്ഥം പറയേണ്ടത് മുഫസ്സിറുകളാണ്. ആ പ്രശ്നം ഉദ്ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ അർത്ഥം പറയുന്നത്. ഈ പറഞ്ഞൊരു ഏകദേശം ബോധ്യം വന്നിട്ടുണ്ടോ എന്ന് കൂടുതൽ ചെയ്യണം ഓഡിയൻസിന്. അപ്പൊ ഒരു ചാൻസ് ഒരു ധാരണ ഏകദേശം ആയിട്ടുണ്ടോ? അതിനാണ് രേഖ പറഞ്ഞു പ്രത്യേകം പഠനം നമ്മളെന്ന് പറയുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളാണ്, അവരുടെ ഒന്നിലധികം വ്യാഖ്യാതകൾ പേര് നമ്മൾ കൊടുക്കുന്നില്ല. വ്യക്തമായി പറയുന്നു. അതാണ് എന്റെ പ്രത്യേകം. ഇവിടെ ഇന്നമ വൈകിക്കുമെന്നാണ് റസൂലു വല്ലതിനാമി എന്ന് പറയുന്ന ആയത്.
മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നത് അനുവദനീയമാണ് എന്നതിന് തെരുവെല്ലാം ഉദ്ദേശിക്കുന്നത്. പക്ഷെ തെരുവെല്ലാം പോലെയുള്ളത്. കാരണം ഈ ആയത്ത് പഠിപ്പിച്ചിരിക്കുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മരിച്ചുപോയ ഒരു മഹാനോടും സഹായം ചെയ്തിട്ടില്ല. മരിച്ചുപോയ ഒരു മഹാനോടും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സഹായം തേടിയിട്ടില്ല. അത് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് ഏതോ ഒരു മനുഷ്യൻ പ്രവാചകരോട് സഹായം തേടി എന്ന് പറഞ്ഞു വന്നത്. ഇവർ നിന്നുകൊണ്ടാണ് ഞാൻ പ്രമാണം എന്താണെന്ന് ചോദിച്ചത്. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ പ്രമാണം, ഹദീസ് ഇസ്ലാമിന്റെ പ്രമാണം, അതുപോലെ ഇജ്മാഉ ഖിയാസ് ഇസ്ലാമിന്റെ പ്രമാണം. ആരെങ്കിലും ചെയ്തു വെച്ചത് ഇസ്ലാമിന്റെ പ്രമാണമല്ല, ആരുടെയെങ്കിലും ആളുകൾ ഇസ്ലാമിന്റെ പ്രമാണമല്ല. മാത്രമല്ല ഈ ആയത്തിൽ വലിയ പദത്തിന് സഹായി എന്ന അർത്ഥമുണ്ട് എന്ന് പറയാനാണ് അൽമനാർ വരെ ഇവിടെ ഉദ്ദേശിച്ചത്. അത് പ്രമാണത്തിന് വേണ്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ശരി, എന്നാൽ ആ ആയത്തിന് അവിടെ ഔലിയായ അല്ലെങ്കിൽ വലിയ സഹായി എന്ന് തന്നെയാണ് അർത്ഥം എന്ന് നിങ്ങൾക്ക് നിർബന്ധ ബുദ്ധിയുണ്ടെങ്കിൽ ഞാൻ കൂടി ചോദിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു യഹൂദ വന്നസാറ ഔലിയാ ബഅദുഹും ഔലിയാ ബഅദ്. അവിടെ ഔലിയാന്റെ അർത്ഥം എന്താണ്? തൊട്ടും കൂടെ ആയതുള്ളത് അതാണ് വിഷയം. ജൂതക്രിസ്ത്യാനികളെ നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ ജൂതക്രിസ്ത്യാനികളോട് യാതൊരു സഹായവും ചേരാൻ പാടില്ല എന്നാണോ? യാതൊരു സഹായവും ചോദിക്കാൻ പാടില്ല എന്നാണോ? ജൂതന്മാരോട് പ്രവാചക തിരുമേനിയുടെ സഹായം ചോദിച്ചിട്ടുണ്ട്, സ്വഹാദിക സഹായം ചോദിച്ചിട്ടുണ്ട്. ഇന്നും ജൂതന്മാരില്ലെങ്കിലും ക്രിസ്ത്യാനികളിലെങ്കിലും ഹിന്ദുക്കളോട് ഇതര അമുസ്ലിം സഹോദരങ്ങളോട് പല സഹായങ്ങളും മുസ്ലിംകൾ കാണാറുണ്ട്. എങ്കിൽ അവരോട് ചില സഹായങ്ങൾ തേടാമെന്നും ചില സഹായങ്ങൾ തേടിക്കൂടാ എന്നതും എന്താണ് കൃത്യമായ പ്രമാണം? ആ പ്രമാണമില്ല. ഇവിടെ നിന്നുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദു യഹൂദ വന്നസാറ എന്ന ആയത്തിൽ വലിയ എന്ത് അർത്ഥമാണുള്ളത് അതേ അർത്ഥം തന്നെയാണ് ഇന്നമാ വലിയക്കുമുള്ള എന്ന് പറഞ്ഞിരിക്കുന്ന ആയത്തിനും വലിയ അർത്ഥമുള്ളത്. ഈ രണ്ട് ആയത്തുകൾ ഒരുമിച്ച് വായിച്ചുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുവാനോ സഹായം തേടുവാനോ തെളിവല്ലാത്തതുകൊണ്ടാണ് പ്രവാചക തിരുമേനി ഒരിക്കലും മരിച്ചുപോയ ഒരൊറ്റ മഹാനോടും പിന്നെ ഇബ്രാഹിം നബിയോടോ ഇസ്മായിൽ നബിയോടോ അതിനും കഴിവൊരുക്കുന്ന പ്രവാചകന്മാരോടോ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഒരു സഹായവും തേടാതിരുന്നത്. അതിനാൽ അങ്ങനെ സഹായം തേടിയതിന് തെളിവില്ല, പ്രമാണങ്ങൾ തെളിവില്ലാത്തത് കൊണ്ടാണ് ഇവർ വിശ്വസ്തിന് ഉമ്മത്തിക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വിഷയത്തിലേക്ക് എത്തിച്ചത്. എന്നിട്ടോ ആ മനുഷ്യൻ ആ സംഭവം മുഴുവനായി പിന്നെ ഉപകർത്താവെന്ന് പറഞ്ഞതാണ് പിന്നെ പറഞ്ഞത്. ആ ഉപറഹു എന്ന് പറഞ്ഞാൽ മുഴുവൻ വിഷയവും പറഞ്ഞിരിക്കുന്നു എന്നതിന് ആരാണ് അർത്ഥം കൊടുത്തത്? കേവലം ഇത് അടിസ്ഥാനപരമായി ഒരു തെളിവാണ് ചോദിക്കുന്നത്. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക. ഞങ്ങളുടെ വാദപ്രകാരം തീർച്ചയായിരിക്കുന്ന ഒരു കാര്യം അത് അനുവദനീയമാക്കുവാനാണ് ഇവർ ഈ കാര്യം ഉദ്ദേശിച്ചത്. എന്നാൽ കേവലം ഒരു ഊഹം മാത്രമാണ് ഉദ്ദേശിച്ചത്. ഈ മനുഷ്യൻ ഉപകർത്താവിനോട് മുഴുവൻ വിഷയവും സാധിക്കുകയില്ലയോ അതിന് കൃത്യമായ രേഖയില്ല. ഒന്ന്. രണ്ടാമത്തത് ആ സംഭവം തന്നെ ഹദീസല്ല, ഇസ്ലാമിക പ്രമാണമല്ല, അത് പ്രവാചക ശരിയല്ല, അത് ഖുർആനല്ല, അത് ഇജ്മാഉമല്ല, ഖിയാസുമല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രമാണമല്ലാത്ത സംഗതി ഈ ചോദ്യത്തിന്റെ ഉത്തരമായി ശരിയെന്നാണ് നിങ്ങൾ പറയാനുള്ളത്. ഇവിടെ ചോദിച്ചത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ മരിച്ചുപോയ വാഹനമാണ് സഹായം ചോദിക്കുവാൻ അനുവദനീയമാണ് എന്നതിന്റെ തെളിവുണ്ടോ എന്നാണ്. എന്നാൽ ഏതെങ്കിലും ഹദീസല്ലാത്ത, ഖുർആനല്ലാത്ത, ഇജ്മാ അല്ലാത്ത, ഖിയാസ് അല്ലാത്ത ഒരു ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് ഇത് തെളിവായി എന്ന് പറഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരമല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലോ ഇവർ ഉദ്ധരിച്ചിരിക്കുന്ന കേവലം അസലിന്റെ അടിസ്ഥാനത്തിലോ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തരാൻ അനുവദനീയമാണെന്ന് തെളിയിക്കുവാൻ സാധ്യമല്ല എന്ന് എന്ന ആയത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അത് അൽമനാറിൽ നിന്ന് അർത്ഥം ഉദ്ധരിച്ചു, ഞങ്ങൾ അർത്ഥം വിശദീകരിച്ചു, അതുപോലെ ഖുർആൻ പണ്ഡിതന്മാർ അതിന്റെ അർത്ഥം വിശദീകരിച്ചു, അത് വ്യക്തമായി. എന്നാൽ പിന്നെ ഇനി അതിനെ ഖണ്ഡിക്കുവാനും അതിനെ വിശകലനം ചെയ്യുവാനും വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായി നടത്തുന്ന ഒരു ചോദ്യം പലപ്പോഴും നേരത്തെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷേ മധ്യസ്ഥനാണ് ചോദ്യം ഉന്നയിക്കേണ്ടത് എന്നത് ഇവിടെ കുടുംബം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാക്കിയ ധാരണ എന്ന നിലക്ക് ആ ധാരണ ലംഘിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതുവരെ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹം ചോദ്യം കൊണ്ട് വീർപ്പ് മുട്ടിക്കുമ്പോൾ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. ഞങ്ങൾ ആ ധാരണ ലംഘിക്കാൻ നിർബന്ധിതരാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മഹാത്മാക്കളോട് അല്ലാഹു അല്ലാത്ത മഹാത്മാക്കളോട് സഹായം ചോദിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞു. മൗലവി സാഹിബെ, നിങ്ങൾ ഖുർആൻ പഠിച്ചിട്ടില്ല, നിങ്ങൾ സുന്നത്തും പഠിച്ചിട്ടില്ല, നിങ്ങൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങളും പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളൂ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അഊദു ബികലിമാത്തില്ലാഹ്, അല്ലാഹുവിന്റെ കലിമത്തുകളോട് ഞാൻ സഹായം ചോദിക്കുന്നു. ആരാണ് അല്ലാഹുവിന്റെ കലിമത്തുകൾ? മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. അല്ലാഹുവിന്റെ കലിമത്തുകൾ എന്നോട് ഉദ്ദേശിക്കപ്പെടുന്നത് അൽ അർവാഹുൽ ആലിയ, അഊദു ബികലിമാത്തില്ലാഹി ഫഖൗലുഹു അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി
ഇസ്തിആദത്തുൻ മിനൽ അർവാഹിൽ ബശരിയ്യ, മനുഷ്യാത്മാക്കളുടെ സഹായാർത്ഥനയാണ്. ആരോട്? ബിൽ അർവാഹിൽ ആലിയത്തിൽ മുഖദ്ദസത്തി ത്വാഹിറത്തി ത്വയ്യിബ, മഹാത്മാക്കളോട് നടത്തുന്ന സഹായാർത്ഥനയാണ്. മനുഷ്യാത്മാക്കൾ മഹാത്മാക്കളോട് നടത്തിയ സഹായാർത്ഥന എന്തിന്? ചില ചീത്ത ശക്തികളുടെ തിന്മകളിൽ നിന്ന്, അവർ വരുത്തുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുവാൻ വേണ്ടി മഹാത്മാക്കളോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം റാസി വിശദീകരിക്കുന്നു. കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ പരിശുദ്ധാത്മാക്കളാകുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധാത്മാക്കളോട് സഹായം നടത്തിയതിന് രേഖ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയുടെ ഹദീസിൽ തന്നെയുണ്ട്. അല്ലാഹുവിന്റെ റസൂല് മഹാത്മാക്കളോട് സഹായം നടത്തിയിട്ടുണ്ട്. ആ കലിമാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മഹാത്മാക്കളാണ് എന്ന് ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിന്റെ 1-ാമത്തെ വാല്യം 67-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. മറ്റൊന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് ഇദ്ദേഹം പറയുകയുണ്ടായി, ആയത്തിനെ സംബന്ധിച്ചൊന്നും പരാമർശിക്കാത്തതുകൊണ്ട് വിശദീകരിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആയത്ത് തത്വത്തിൽ അംഗീകരിച്ചതായി ഞാൻ വിശ്വസിക്കുകയാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് ഇമാം ബുഖാരിയുടെ ഹദീസിനെ അനുസരിച്ചു. ഒന്നുകൂടി ഞാൻ പറയട്ടെ, വിശുദ്ധ ഖുർആനിൽ ഖുർആൻ പണ്ഡിതന്മാരുടെ പിന്തുണയോടെ ഒരു കാര്യം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് പിന്നെ റസൂൽ ചെയ്തോളും എന്നില്ല. എവിടെയാണ് സുഹൃത്തുക്കളെ പറഞ്ഞിട്ടുള്ളത്? ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് നബി ചെയ്തോളണം, ചെയ്തു കൊള്ളണം, എങ്കിൽ മാത്രമേ മുസ്ലിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ പറ്റൂ എന്നെവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ഒരു പ്രമാണം ഇസ്ലാമിലില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ മുസ്ലിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ അത് ഖുർആനിന്റെയും പണ്ഡിത രേഖകളുടെയും അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് ചെയ്യാം. അത് റസൂൽ ചെയ്തോ ചെയ്തില്ല എന്നത് വിഷയമല്ല. റസൂൽ ചെയ്തു എന്നതുകൊണ്ട് ചെയ്യാനും പറ്റില്ല, റസൂൽ ചെയ്തു എന്നതുകൊണ്ട് മാത്രം ചെയ്യാനും പറ്റില്ല, റസൂൽ ചെയ്തില്ല എന്നതുകൊണ്ട് മാത്രം ഒഴിവാക്കാനും പറ്റില്ല. റസൂൽ ചെയ്തു എന്നതുകൊണ്ട് 9 ഭാര്യ വരെ റസൂൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് അനുസരിച്ച് 9 ഭാര്യമാരെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിലധികം ഭാര്യമാരെ കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പരിപൂർണമായ ക്രോഡീകരണം ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാനല്ലേ ചെയ്തത്, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറല്ലേ ചെയ്തത്, ഉമർ ഫാറൂഖല്ലേ ചെയ്തത്. അങ്ങനെയുള്ള റസൂലുള്ളാഹിയുടെ കാലത്തല്ലേ അതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അതിൽ ചെയ്യാതിരിക്കുന്നുണ്ടോ? അപ്പൊ ഖുർആൻ ക്രോഡീകരണം നമ്മൾ അംഗീകരിക്കുന്നു, റസൂൽ ചെയ്തിട്ടില്ല. ഖുർആന്റെ സമ്പൂർണ്ണമായ ക്രോഡീകരണം നബി ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. റസൂൽ 9 ഭാര്യമാരെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ അതെന്തെങ്കിലും കഴിച്ചു, നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ 4 ഭാര്യമാരെ പരമാവധി പറ്റുള്ളൂ. അപ്പോ ചെയ്തു എന്നതുകൊണ്ട് ചെയ്യാനോ ചെയ്തില്ല എന്നതുകൊണ്ട് ഒഴിവാക്കാനോ ഇസ്ലാമിൽ യാതൊരു വകുപ്പുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഖുർആനിൽ വിഷയം തെളിഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി ചെയ്തതാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചത്. പിന്നെ മറ്റൊന്ന് സൂചിപ്പിച്ചത്, ആരോ ചെയ്ത ഒരു സംഭവം, ആരോ പറഞ്ഞ ഒരു സംഭവം. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ശിർക്കിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് തെളിവ് ചോദിക്കുമ്പോൾ ആരോ ചെയ്ത ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. സുഹൃത്തെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആരോ അല്ല, ആരോ ഒരു വ്യക്തിയല്ല. അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് മാതൃകായോഗ്യരായ ആരോഗ്യങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഈ മുഹാജിറുകളിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ വ്യക്തി ചെയ്ത പ്രവർത്തനത്തെ അംഗീകരിക്കുന്നു. ഇതാണ് വിഷയം. ശിർക്കാണ് ചെയ്തതെങ്കിൽ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് അംഗീകരിക്കുകയില്ല. പിന്നെ പറഞ്ഞു, മുഴുവനും പറഞ്ഞതിന് തെളിവില്ല. ഞാനൊരു കാര്യം പറഞ്ഞത് നിങ്ങൾ ഒരാളോട് ചെന്ന് പറഞ്ഞാൽ സാമാന്യമായി മനസ്സിലാക്കേണ്ട കുറച്ച് കത്ത് പറഞ്ഞു, അവ കുറച്ച് മറച്ചു വെച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മുഴുവനും പറഞ്ഞു എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. സാമാന്യ ഒരു ഭാഷാ പാണ്ഡിത്യമുള്ള ഏത് വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ അത്. അപ്പൊ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖിനോട് സംഭവിച്ചതെല്ലാം വിശദീകരിച്ചു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ മഴ കിട്ടാൻ ആവശ്യമായ പ്രവർത്തനം ചെയ്തു എന്നല്ലാതെ നീ കബറിൽ പോയി മഴ ചോദിച്ചത് ശിർക്കായി എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖിനോട് പറയുന്നില്ല. ഉമർ ഫാറൂഖിന്റെ അംഗീകാരം, സ്വഹാബത്തിന്റെ അംഗീകാരം ഇസ്ലാമിൽ മാനദണ്ഡം തന്നെയാണ്. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്ന ആയത്തിലും അതുപോലെയുള്ള സമാനമായ മറ്റ് ആയത്തുകളിലും മഹാന്മാരുടെ അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ പ്രവർത്തനം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതൃക തന്നെയാണ്. ഉമർ ഫാറൂഖ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരോ ഒരു വ്യക്തിയല്ല, ഏതോ ഒരു വ്യക്തിയല്ല. പിന്നെയോ ഉമർ ഫിൽ ജന്ന, ഉമർ സ്വർഗ്ഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞ വ്യക്തിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ശിർക്ക് ചെയ്യുന്ന, ശിർക്ക് അംഗീകാരം കൊടുക്കുന്ന ഉമർ സ്വർഗ്ഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി പറയില്ല. തുടങ്ങിയിട്ട് ഈ ചോദ്യത്തില്
ഇനി ആർക്കും അവസരം നൽകുന്നതല്ല. ഇല്ല, ഇത് പിന്നെ ഏകദേശം സദസ്സിന് ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടിട്ടുണ്ടാവുന്ന എന്നോട് കൂടെയല്ല, ഇത് സദസ്സിന് മിക്കവാറും ഒരു ധാരണ എത്തിയെന്നുള്ളതാണ് എല്ലാവരും മുഖം പറയുന്നത്. അതുകൊണ്ട് തൽക്കാലം ആ പ്രതിഷ്ഠ അവസാനിപ്പിക്കാം. പിന്നെയും അപ്പോൾ ആ സ്വാഗതം കൊടുക്കേണ്ടി വരുന്ന സമയം പിന്നെ വീണ്ടും ഈ വാക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ വേണമെങ്കിലും ഒന്നാമത്തെ ചോദ്യം ഒന്ന് ചോദിച്ചു വെച്ചിട്ട് വേണ്ട, അവർ കഴിഞ്ഞ് വന്ന് രണ്ടാമത് തുടങ്ങാൻ ഉണ്ടാവും. സ്വയം ബാധിക്കുന്ന ആളുകളായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അവരെ ഞങ്ങൾ തുറന്നു നോക്കേണ്ടതല്ല. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് പ്രസ്താവിക്കുകയും അറിഞ്ഞോ അറിയാതെയോ അവരിൽ ചെറുക്കും കുപ്പുമൊക്കെ വന്നു ചേർന്നുവെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്തുകയും അവർ നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ ചെറുക്കില്ലാത്തതുകൊണ്ട് ആ നമസ്കാരത്തിൽ അവരെ പിന്തുണരുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ രീതി. ഞങ്ങൾ തൊണ്ണുപോകും. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ നമസ്കാരത്തിൽ അവരെ പിന്തുടർന്നാൽ പ്രതിഫലം ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരം ഇമാമുകളെ ഞങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. മറിച്ച് നമസ്കാരം ഉപേക്ഷിക്കൽ കുഫറാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദിവസം പോലും പറയുന്ന കാര്യമാണ് അവർക്കതിൽ പറയാനുണ്ട്. അതുപോലെ തന്നെ ചെറുപ്പ് ചെയ്യുന്ന എല്ലാവരെയും മുസ്ലിക്ക് എന്ന് പറയേണ്ടതുണ്ടോ എന്ന് പഠിക്കേണ്ടതുണ്ട്. ഇപ്പോ അഹ്ലി കിതാബിനെ കുറിച്ച് ജൂത ക്രിസ്ത്യാനികളെ കുറിച്ച് ഖുർആൻ അവരെ വിളിച്ചത് യാ അഹ്ലി കിതാബ് എന്നാണ്. അവർ ചെറുപ്പ് ചെയ്യാത്തത് കൊണ്ടല്ല, അവർ കുഫറില്ലാത്തത് കൊണ്ടല്ല. പക്ഷെ അവരെ കുറിച്ച് എന്താണ് ബാധിച്ചത്, അവകാശപ്പെട്ടത്, അതവരെ വിളിച്ചു. അതാണ് അവർ എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് അവകാശപ്പെട്ട ഞങ്ങൾ വേദക്കാരാണ് എന്നാണ്. അത് അവരെ തിരിച്ചു വിളിക്കുക എന്നാണ് ഇസ്ലാമിന്റെ ശൈലി. എന്ന പോലെ തന്നെ ഞങ്ങളുടെ മറുപക്ഷത്തുള്ള ആളുകൾ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് വാദിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുന്നു വാദിക്കുന്നു. അതുകൊണ്ട് ആ വാദത്തിനെതിരെ അവർ മുസ്ലിങ്ങളായി ഞങ്ങൾ സമ്മതിക്കുന്നു. മുസ്ലിങ്ങളെ തുറന്ന് നമസ്കരിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ മുസ്ലിങ്ങളിൽ ഹറാമ് വരാവുന്ന പോലെ, പിന്നെ ഫിസ്ക് വരാവുന്നത് പോലെ, കുഫർ വരാവുന്നത് പോലെ, ശിർക്ക് വരാവുന്ന പോലെ, വിദഗ്ധത്ത് വരാവുന്ന പോലെ ആ തരത്തിലുള്ള പല പാപങ്ങൾ കടന്നു വരാറുണ്ട്. ആ പാപങ്ങൾ വരുന്നതിനെ അവരെ ബോധ്യവൽക്കരിക്കുകയും അതിന്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക, അവരെ ചിന്തയിപ്പിക്കുവാൻ ശ്രമിക്കുക എന്നല്ലാതെ ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ് എന്നും ഈ ശിർക്ക് ചെയ്യൽ അനുവദനീയമാണ് എന്നും അവർ സ്വയം പ്രഖ്യാപിക്കാത്ത വാദിക്കാത്ത കാലത്താണ് നമസ്കാരത്തിൽ പ്രത്യേക ശിർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ പിന്തുടർന്ന് നമസ്കരിക്കാൻ പ്രതിഫലമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ വാദപ്രതിവാദം വളരെയേറെ ഫലപ്രദമാണ് എന്നാണ് അതൊന്നും കൊടുക്കാം. ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയത് ഞങ്ങൾ ആരെയും ശിർക്കാക്കുന്നില്ല. ശിർക്ക് ചെയ്യുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ വിദഗ്ധാണ് അല്ലെങ്കിൽ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന മര്യാദ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കാറുള്ളൂ. ഒരു വിഭാഗത്തെ കുറിച്ചും കാഫിറുകളാണെന്നോ മുശ്രിക്കുകളാണെന്നോ ഞങ്ങൾ വിധി നടത്താറില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായും തെറ്റാണ്, 100% തെറ്റാണ്. കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മുജാഹിദ് പണ്ഡിത സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ വെളിയങ്കോട് ഉമർ മൗലവി എഴുതിയ പുസ്തകമാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിന്റെ അവസാനത്തിൽ ഉമർ മൗലവി എന്ന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റിന്റെ മാത്രം അഭിപ്രായമല്ല, ഈ പുസ്തകം അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത് മുഴുവനും ഞങ്ങൾ വായിച്ചു, കേട്ടു, വായിച്ചു, പൂർണ്ണമായി ഞങ്ങൾ അനുകൂലിക്കുന്നു, ഇത് വായിച്ച് ഗ്രഹിക്കുവാൻ എല്ലാവരോടും ഉപദേശിക്കുന്നു എന്ന് പി കെ മൂസ മൗലവി പുളിക്കൽ, പി സയ്യിദ് മൗലവി പ്രസിഡന്റ് കേരള ജംഇയ്യത്തുൽ ഉലമ, കെ എം ഇബ്രാഹിം മൗലവി സെക്രട്ടറി കേരള ജംഇയ്യത്തുൽ ഉലമ, ഡോക്ടർ എം ഉസ്മാൻ പ്രസിഡന്റ് കേരള നദവത്തുൽ മുജാഹിദീൻ, കെ പി മുഹമ്മദ് മൗലവി സെക്രട്ടറി കേരള നദവത്തുൽ മുജാഹിദീൻ, ഇങ്ങനെ കേരള മുജാഹിദ് നേതൃത്വത്തിന്റെ പ്രസിഡന്റുമാരും അതിന്റെ ജനറൽ സെക്രട്ടറിമാരും പ്രധാന പ്രവർത്തകരും എല്ലാവരും അംഗീകരിച്ച് ഒപ്പുവെച്ച ഈ പുസ്തകത്തിൽ വെളിയങ്കോട് ഉമർ മൗലവി പറയുന്നത്, ആകയാൽ മുഹീദ്ദീൻ ശൈഖിയെ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം തേടിയാൽ 4 പ്രാവശ്യം കാഫിറാകും. യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ഒരു തവണ വിളിച്ചാൽ അവൻ 4 വട്ടം കാഫിറാകും. അപ്പോൾ ഖുതുബിയ്യത്തിൽ 1000 തവണ വിളിക്കുന്നവൻ 4000 തവണ കാഫിറാകും എന്ന വിധിപ്രഖ്യാപനമാണ് കേരളത്തിലെ മുജാഹിദ് നേതൃത്വം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, ഉമർ മൗലവി തന്നെ കേരള ജംഇയ്യത്തുൽ പ്രസിഡന്റ് ഉമർ മൗലവി പറയുന്നു, മുസ്ലിയാക്കന്മാർ അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കുകളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. മുസ്ലിയാക്കന്മാർ അബൂജഹലിനേക്കാൾ കടുത്ത കാഫിറുകളാണ്, മുശ്രിക്കുകളാണെന്ന കാര്യത്തിൽ യാതൊരു
സംശയമില്ല. 1975 ഓഗസ്റ്റ് ലക്കം വെൽസദ്യയിൽ ഉമർ മൗലവി പറയുന്നു. മാത്രമല്ല അദ്ദേഹം പറയുന്നു, കേരള ജംഇയ്യത്തുൽ പ്രസിഡന്റാണ് ഉമർ മൗലവി. എല്ലാവിധ ഇസ്ലാം മുജാഹിദിന്റെ ഇരുവിഭാഗവും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ഇരുവിഭാഗവും ഞങ്ങൾ ഉമർ മൗലവിയുടെ പാതയിലാണ് എന്നവരെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഉമർ മൗലവി പറയുന്നു, ഇപ്പോൾ മുസ്ലിയാർ എന്ത് പറയുന്നു? മര്യാദക്ക് അസ്സലാമു എന്നോട് പറയാൻ മുസ്ലിയാർ പൊരിക്കുന്നുണ്ടോ? മുസ്ലിയാർ ഒന്നും ഓടിക്കാത്തോടി മുഹ്യദ്ദീൻ കാഫറാകുന്നു, അങ്ങനെ ഉപദേശിക്കുന്നവരും കാഫറാകുന്നു, അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവരും കാഫറാകുന്നു. ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആനായത് വ്യാഖ്യാനം ചെയ്ത് കഴിവ് കൊടുത്തവൻ 1000 വട്ടം കാഫറാകുന്നു. ഖുർആനൊപ്പം പറയാൻ പാടില്ലെന്ന് പറഞ്ഞവൻ കാഫറാകുന്നു. അങ്ങനെയുള്ളവരുടെ അസുരം മുസ്ലിം എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞവരും കാഫറാകുന്നു. ഇങ്ങനെ മുഹ്യദ്ദീൻ രക്ഷിക്കണേ എന്ന് സഹായം ചോദിക്കുന്നവർ 1000ഉം 10,000ഉം വട്ടം കാഫറുകളാണ് എന്ന് കേരള ജംഇയ്യത്തുൽ പ്രസിഡന്റുമാരുടെയും കേരള മുജാഹിദിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെയും അംഗീകാരത്തോടെ എഴുതി പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇത് കേരളത്തിലെ മുജാഹിദുകളുടെ മുഖപത്രമാണ് അന്തരാൽവാസിക. നേർച്ചകൾ എന്ന പരമാധികത്തിൽ ഇവർ പരിഭാഷപ്പെടുത്തി ചേർത്തിട്ടുള്ള ലേഖനത്തിൽ NV ഇബ്രാഹിം സാഹിബ് എന്ന വ്യക്തി എഴുതുന്നത്, അല്ലാഹുവിന്റെ ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിവിടത്തവനുമാകുന്നു. അല്ലാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂർണ്ണത്തിൽ മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അവനയിക്കുമെന്നും മുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും മനുഷ്യനെ സന്ദർശിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുസ്ലിക്കുമായിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. ഖബറിലേക്ക് മനസ്സിലാക്കുന്നവൻ, മഹാത്മാക്കളെ ബഹുമാനിക്കുന്നവൻ, അവരോട് സഹായം ചോദിക്കുന്നവൻ, അവരോട് സഹായാർത്ഥം നടത്തുന്നവർ അവർ മുസ്ലിക്കുകളാണ്. 1000 വട്ടം 10,000 വട്ടം 4000 വട്ടം കാഫറുകളാണ് എന്ന് വ്യക്തമായി ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരെ കുറിച്ചാണ് ചോദ്യം. കേരളത്തില് ശിർക്ക് ചെയ്യുന്നു എന്ന് ബോധ്യമുള്ള ഇമാമിനെ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ മൗലവി സാഹിബ് ഈ ചോദ്യത്തിന്റെ മറുപടിയിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്? ശിർക്ക് ചെയ്യുന്നു എന്ന് ശിർക്ക് ചെയ്യാമെന്ന് വാദിക്കുന്നവരെ തുടരാൻ പറ്റില്ല. ശിർക്ക് ചെയ്യുന്നവർ തുടരുന്നതിന് കുഴപ്പമില്ല. ശിർക്ക് ചെയ്യുന്നു എന്ന് വാദിക്കുന്നവരെ തുടരുന്നതിന് കുഴപ്പമുള്ളൂ. ഞങ്ങൾ പറയുന്നു, നിങ്ങളുടെ ഭാഷയിൽ രക്ഷിക്കണമേ സഹായിക്കണമേ എന്ന് പറയുന്നത് മുജാഹിദുകളുടെ ഭാഷയിൽ ശിർക്കാണ്. എന്നാൽ നിങ്ങളുടെ ഭാഷയിലുള്ള ആ ശിർക്ക് അനുവദനീയമാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ തുടരാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഞങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ എന്ന് വിളിക്കാൻ കാര്യമായ തെളിവൊന്നും വേണ്ട എന്നിടത്താണ് പർവ്വതം നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉത്തരം അദ്ദേഹം ആരംഭിക്കുന്നത്. ഞാൻ വ്യക്തമായും പറയുന്നു, കഴിഞ്ഞ ചർച്ച ഈ സദസ്സ് എല്ലാവരും കേട്ടിട്ടുണ്ട്. മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നതിന് വിശുദ്ധ ഖുർആനിൽ തെളിവ് ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുഹാബത്തിന്റെ ചരിത്രം തെളിവ് ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് തെളിവ് ധരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് പോകേണ്ടതില്ല. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല. ഇപ്പോഴത്തെ വിഷയം ശിർക്ക് ചെയ്യുന്നവനെ തുടരാൻ പറ്റുമോ? അപ്പൊ ഞാൻ ചെയ്യുന്നത് ശിർക്ക് തന്നെയാണ് എന്ന് വാദിച്ചെങ്കിലേ തുടരാൻ പറ്റുള്ളൂ എന്നില്ല. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ പറയുന്ന ശിർക്ക് ചെയ്യുന്നു എന്ന് വാദിക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ. എന്ന് വിളിക്കുന്നത് ശിർക്കാണ് എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളുടെ ഭാഷയിലുള്ള ആ ശിർക്ക് ചെയ്യാം, അത് ഇസ്ലാമിൽ പറ്റും. അത് ശിർക്കല്ല യഥാർത്ഥത്തിൽ. അത് നിങ്ങളുടെ ശിർക്കാണ്. മുജാഹിദ് ഇസ്ലാമിലുള്ള ശിർക്കാണ്. കേവലം ഉണ്ടാക്കിയ ഇസ്ലാമിലുള്ള ശിർക്കാണ്. അത് അള്ളാഹുവിന്റെ ഇസ്ലാമിൽ ശിർക്കല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഇസ്ലാമിൽ അത് ശിർക്കല്ല എന്നാണ് ഞങ്ങൾ വാദിക്കുന്നത്. അതുകൊണ്ട് ശിർക്ക് ചെയ്യുന്നവരെ തുടരാൻ, ശിർക്ക് ചെയ്യുന്നവരെന്ന് മുസ്ലിമീങ്ങളെ പറ്റി പറയുകയും 1000 വട്ടം 10,000 വട്ടം കാവറാകുമെന്ന് പറയുകയും അവരെ തന്നെ തുടർന്ന് നിൽക്കുകയും ചെയ്യും. അവർ അർത്ഥം ഭക്ഷിക്കും ചെയ്യും. ഇന്ന് നമ്മുടെ വഴിയിൽ നിന്ന ഇമാമ്, ആ ഇമാമും സുഖ്യത്തിൽ ചെയ്യുന്ന വിളിക്കുന്ന ആളാണ്. ആ ഇമാമും സുഖ്യം ചെയ്യുന്ന ആളാണ്. പക്ഷെ ആ ഇമാമിനെ തന്നെയാണ് പല മുജാഹിദുകളും തുറന്നത്. അവൻ ശിർക്ക് ചെയ്യുന്നു ശിർക്കാണ്, ചെയ്യുന്നവൻ മുശ്രിക്കാണ്, 1000 വട്ടം 10,000 വട്ടം കാഫറാകും എന്ന് പറയുക, അതിന്റെ പുറമെ അവരെ ചെന്ന് തുടർന്ന് നിസ്കരിക്കുകയും ചെയ്യുക. ഈ നയമാണ് മുജാഹിദുകൾ സ്വീകരിക്കുന്നത്. 1 മിനിറ്റോ 1/2 മിനിറ്റോ എന്തെങ്കിലും കൂടി പോയിട്ടുണ്ടെങ്കിൽ അത്രയും സമയം അവർ പരിഗണിക്കും. ശിർക്ക് ചെയ്യുന്നുവെന്ന് ബോധ്യമുള്ള ആളുകളെ തുടർന്ന് നമസ്കരിച്ചാൽ ജമാഅത്തിന്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ് ചോദ്യം. ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. അതിന് ഞാൻ കാരണം പറഞ്ഞു. ശിർക്ക് ചെയ്യുക മാത്രമല്ല, ശിർക്ക് ചെയ്യാമെന്ന് വാദിക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ തുറന്ന് നമസ്കരിക്കാറില്ല. ഇപ്പോൾ മറുപറ്റം പറയുന്നത് ഞങ്ങൾക്ക് ശിർക്ക് ചെയ്യാമെന്ന് വാദമുണ്ട് എന്നാണെങ്കിൽ ഞങ്ങൾ അവരെ തുറന്ന് നമസ്കരിക്കില്ല. വലിയ യാതൊരു സംശയമില്ല. പക്ഷെ ഒരു പള്ളിയിൽ കയറിയിട്ട് ആദ്യ ഇമാമിനോട് നിങ്ങൾ ശിർക്ക് ചെയ്യുമോ, നിങ്ങൾ ശിർക്ക് ചെയ്യാമെന്ന് വാദമുള്ള ആളാണോ ചോദിക്കാറില്ല. നമസ്കരിക്കുന്ന ആളുകളെ തുറന്ന് നമസ്കരിക്കുക എന്നാണ് നമ്മുടെ ലൈൻ. നമസ്കരിക്കുന്ന ആളുകളെ തുറന്ന് നമസ്കരിക്കുക, നമസ്കരിക്കാത്തവർ നമസ്കരിക്കാറില്ല. ആ ലൈൻ നമ്മൾ സ്വീകരിച്ചു പോകുന്നു. പിന്നെ ഉമർ മൗലവിയുടെ ചില ഉദ്ധരണികൾ ഉദ്ധരിക്കുന്നു. ഉമർ മൗലവി നേരത്തെ ഇവരെ പോലെയുള്ള മുസ്ലിയാരായിരുന്നു. ആ മുസ്ലിയാരായ കാലത്ത്
അദ്ദേഹം ആ മുസ്ലിയാക്കന്മാരുടെ കൂടെ ഇരുന്നുകൊണ്ട് ഏതെല്ലാം കാര്യങ്ങൾ നിർവഹിച്ചുവെന്നും അതിന്റെ ഗൗരവം എന്താണ് എന്നും കൂടെ കടന്ന് അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട്. ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടെ കടന്ന് പരിചയമുള്ള ആളുകളെ കുറിച്ച് അദ്ദേഹം ആ പ്രയോഗം നടത്തിയിരിക്കുന്നുവെങ്കിൽ അത് അനുഭവം മാത്രമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അത്തരത്തിലുള്ള അനുഭവം എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെയും അന്ധമായി അനുകരിക്കേണ്ട ബാധ്യതയില്ല. അതുപോലെ തന്നെ അൽമനാർ വന്നിരിക്കുന്ന ലേഖനം ഇത്തരം ആളുകളെ കൊല്ലം നിർബന്ധമാണ് എന്നത് ഒരു അടർത്തിയെടുത്ത ഭാഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭരണമുള്ള നാട്ടിൽ ഇസ്ലാമിക ഭരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ശിക്ഷാവിധികൾ പറയുന്ന കാര്യങ്ങളുണ്ട്. ആ ഗണത്തിലേക്ക് കൂട്ടേണ്ടതുള്ളൂ. കാരണം വ്യഭിചരിക്കുന്ന ആളുകളെ കൊല്ലാമെന്ന് ഇസ്ലാമിന് വിധിയുണ്ട്. ആ വിധി ഒരാൾ എഴുതിയാൽ ഇതാ ഞങ്ങളെ കൊല്ലാമെന്ന് പറഞ്ഞിരിക്കുന്നുവെന്ന് വ്യഭിചരിക്കുന്ന ആളുകളൊന്നും ഒരിക്കലും ആക്ഷേപിക്കാറില്ല. എന്നപോലെ തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യങ്ങൾ നിർവഹിക്കുന്നവരെ അവരോടുള്ള ശിക്ഷാ നടപടികളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ വിവർത്തനം എടുത്തു വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെയുള്ള ഇത്തരം ആളുകളൊക്കെ കൊല്ലാൻ തീരുമാനിച്ച ആൾക്കാരാണ് എന്ന് പറയുന്നത് അതിവിടെ പ്രായോഗിക തലത്തിൽ കാണാത്ത സംഗതി ആയതുകൊണ്ട് തന്നെ അത് കേവലം ബന്ധത്വവും വിഡിത്വമായി മനസ്സിലാക്കാൻ ഏറെ ബുദ്ധി വേണ്ടിവരില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾ ഇവിടെ ആരെയും മുസ്ലിക്ക് എന്നോ കാഫിർ എന്നോ പ്രസ്താവിക്കാൻ വന്നതല്ല. ഞാൻ ഒന്നുകൂടെ കൂടുതൽ പറഞ്ഞു, നമസ്കാരം ഉപേക്ഷിക്കൽ കുഫറാണ് എന്ന് ഹദീസ് വരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം ഉപേക്ഷിക്കുന്നവരെ കാഫിർ എന്ന് വിളിക്കുവാൻ മറുപടി തയ്യാറാവില്ല. നമസ്കാരം ഉപേക്ഷിക്കുന്നവരെ കാഫിർ എന്ന് വിളിക്കുവാൻ മറുപടി തയ്യാറാവില്ല. മാത്രമല്ല അത്തരത്തിൽ ആളുകൾ നമസ്കരിക്കുമ്പോൾ എപ്പോഴെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ അവരെ തുറന്ന് നമസ്കരിക്കൽ പാടില്ല എന്നും അവർ പറയാറില്ല. അപ്പൊ അതുകൊണ്ട് നമസ്കാരം ഉപേക്ഷിക്കുന്നവരെ അവരെന്തുകൊണ്ട് കാഫിർ എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെയാണ് അറിഞ്ഞോ അറിയാതെയോ ശിർക്ക് വന്നു പോകുന്ന ആളുകളെ ഞങ്ങൾ മുസ്ലിക്കെന്ന് വിളിക്കാത്തത്. ഇതാണ് ഞങ്ങളുടെ നയം. ആ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നുവെങ്കിൽ ആ നമസ്കാരത്തിൽ പിന്തുടരുക. നമസ്കാരത്തിൽ ശിർക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവരെ പിന്തുടർന്ന് മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ നമസ്കാരത്തിൽ ഭാഗപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെ ഞങ്ങളുടെ നയം. അപ്പൊ നമസ്കരിക്കാൻ അഹമ്മദ് ഖാദിയാനി എന്ന മാനസിക രോഗി അള്ളാഹുവിന്റെ റസൂലിന്റെ ശേഷം വേറെ ഒരു നബിയാണ് എന്ന് വിശ്വസിക്കുന്ന പച്ചക്കാപ്പുകളെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഖാദിയാനി നിസ്കരിക്കോ തുടരും. ശേഖരം തുടരും. അപ്പൊ നിസ്കരിച്ചാൽ മതി. നിസ്കരിക്കുന്നവരൊക്കെ തുടരും. ഇതന്നെയാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾ നിസ്കരിക്കുന്നവരൊക്കെ തുടരൂല. നിസ്കരിക്കുന്ന ആള് ഏത് പ്രസ്ഥാനത്തിന്റെ ആളാണ്, അവർ ഏത് ആദർശത്തിന്റെ ആളാണ്, അവർ ഏത് വിശ്വാസത്തിന്റെ ആളാണ് എന്നൊക്കെ പരിശോധിച്ചതിന് ശേഷമേ തുടരൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു മാനദണ്ഡമല്ല. അതായത് പറയുന്നതൊന്ന്, ചെയ്യുന്നതൊന്ന്, പ്രചരിപ്പിക്കുന്നത് മറ്റൊന്ന്. ഇതാണ് നിങ്ങളുടെ നയം. ആ നയം ഇസ്ലാമിലില്ല. ഞാൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു, കേരളത്തിലെ മുജാഹിദുകളുടെ ഉമർ മൗലവി മുസ്ലിയാരായിരുന്ന കാലത്ത് ബോധ്യപ്പെട്ട കാര്യം പറഞ്ഞു എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഉമർ മൗലവി മുസ്ലിയാരായിരുന്നപ്പോൾ ബോധ്യപ്പെട്ട കാര്യം പറഞ്ഞതിന് അംഗീകാരം കൊടുത്തവരാണ്. നിങ്ങൾ മുസ്ലിയാരായപ്പോ പറഞ്ഞ കാര്യമല്ലേ, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞ് ഉമർ മൗലവിയെ വെറുതെ വിട്ടവര് ഇല്ല. കേരളത്തിലെ പി കെ മൂസ മൗലവി പുളിക്കൽ, പി സൈദ് മൗലവി പ്രസിഡന്റ്, കേരള ജംഇയ്യത്തുൽ ഉലമ മുജാഹിദിന്റെ കേരളത്തിലെ പണ്ഡിത സംഘടനയുടെ പ്രസിഡന്റ്, കെ എം ഇബ്രാഹിം മൗലവി സെക്രട്ടറി കേരള ജംഇയ്യത്തുൽ ഉലമ, ഡോക്ടർ എം ഉസ്മാൻ പ്രസിഡന്റ് കേരള നേതൃത്വ മുജാഹിദീൻ, കെ പി മുഹമ്മദ് മൗലവി സെക്രട്ടറി കേരള നേതൃത്വ മുജാഹിദീൻ, ഇങ്ങനെ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള പണ്ഡിത സംഘടനയുടെയും ഉത്തരവാദപ്പെട്ട നേതാക്കളുടെ അംഗീകാരത്തോടെയാണ് പറയുന്നത്. യാ മുഹ്യദ്ദീൻ ശേഖരിക്കണേ എന്ന് ഒരു പ്രാവശ്യം തേടിയാൽ 4 പ്രാവശ്യം കാഫറാകും. 4 പ്രാവശ്യം കാഫറാകും. അൽമനാറിനെ സംബന്ധിച്ച് എന്താണ് സുഹൃത്ത് പറഞ്ഞത്? ഇത് എവിടെന്നോ അടർത്തിയെടുത്ത് വായിച്ചതാണ് പോൽ. ഇതാ അൽമനാറിന്റെ ഒറിജിനൽ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. അടർത്തിയെടുത്ത് വായിച്ചതാണ്. എല്ലാവർക്കും വായിച്ചു നോക്കാവുന്നതാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിക രാജ്യത്തെ ഹുക്കുമാണ് പോൽ. ഇസ്ലാമിക രാജ്യത്തെ ഹുക്കുമാണ് പോൽ. ഈ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്ക് മഴ ചോദിച്ചുകൊണ്ട് ചെന്ന വ്യക്തിയെ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൊല്ലാൻ പറഞ്ഞിട്ടില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അദ്ദേഹത്തിന്റെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് മഴക്കാലത്തുമായ പ്രവർത്തനം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവർ പറയുന്നത് ആരെങ്കിലും ഖബറിലേക്ക് പോയാൽ അവനെ കൊല്ലൽ നിർബന്ധമാണ്. പിന്നെ പ്രായോഗിക തലത്തിൽ അത് വന്നിട്ടില്ലല്ലോ എന്നാണ്. പ്രായോഗിക തലത്തിൽ വെള്ളത്തെ വെള്ളവും ചിലപ്പോൾ ഒപ്പിടാതെ എത്തിക്കാം. അല്ലാത്തൊന്നല്ല. നിങ്ങൾക്ക് കഴിഞ്ഞിരുന്ന കാലത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സൗദി അറേബ്യയിൽ നിങ്ങൾക്ക് ഭരണം നടത്തിയിരുന്ന കാലം, സൗദി അറേബ്യയിൽ വഹാബികൾക്ക് ഇബ്നു അബ്ദുൽ വഹാബിനും അതുപോലെ തന്നെ മറ്റ് വഹാബി നേതാക്കൾക്കും ഭരണം കിട്ടിയ സാഹചര്യത്തിൽ ഒരുപാട് മക്കളുകൾ കൊലക്കുകയും ഒരുപാട് മുസ്ലിമീങ്ങളെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. കർബല ആക്രമണം എന്ന കൊലപാതകത്തിൽ അൽ-ഇത്തിഹാദ് പത്രത്തിൽ കേരളത്തിലെ മുജാഹിദുകൾ കെ സി അബൂബക്കർ മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ എഴുതുന്നു, 1801 ഏപ്രിൽ 30 തീയതി 10,000 വരുന്ന ഒരു വമ്പിച്ച വഹാബി സൈന്യം
കർബല പട്ടണം വളഞ്ഞു. പട്ടണവാസികൾ പട്ടണവാസികളിൽ ഒരു ഭാഗത്ത് അവർ കൊന്നു കളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം കൊള്ളയടിച്ചു. അവിടേക്ക് അനവധികളായ സന്ദർശകന്മാർ വഴിപാട് കൊടുത്തിരുന്ന എല്ലാ വിലപിടിച്ച രത്നങ്ങളും മറ്റും അവർ ശേഖരിച്ചു. ഇതൊന്നും അവരുടെ ഹൃദയത്തിന് അസഹ്യമായി തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ കബറിന് വഴിപാട് കൊടുക്കുന്നവരുടെ നേരെ അവർക്കുണ്ടായിരുന്ന ഭീഷണഗതി കാഫിറുകളുടെ നേരെ ഉണ്ടായിരുന്ന അതേ ഭീഷണഗതി തന്നെയായിരുന്നു. അത് മഹാത്മാക്കളോട് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ വെച്ചു പുലർത്തുന്ന വിശ്വാസം. അതിന് കുറെ പൂർവ്യാഖ്യാനിച്ചിട്ട് ഞങ്ങൾ മറുപടി പറയുകയല്ല. ഏതായാലും ആശയം ഇതാണ്: കബറുകളിലേക്ക് മഹാത്മാക്കൾക്ക് അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരുടെ പേരിൽ മുതക്ക കൊടുക്കുക, അതുപോലെ തന്നെ നേർച്ച നേടുക, ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ ഒക്കെ കർബലയിൽ കൊന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം കൊള്ളയടിച്ചു. 10,000-കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നു. മാത്രമല്ല, ഈ കൊള്ളയടിച്ച സ്വത്തുക്കളൊക്കെ ഈ ശിർക്ക്, നേർച്ച നേടാനുള്ള ശിർക്ക്, അങ്ങനെ നേർച്ച നേടുന്ന സാധനം ശിർക്ക്, ആ ശിർക്ക് കൊള്ളയടിച്ചിട്ട് ഇവരെ എങ്ങോട്ടാ കൊണ്ടുപോയത്? മക്കാമ് കൊള്ളയടിച്ചിട്ട് ആ മക്കാമിന്റെ സ്വത്തുമായി ഒരു കടന്നു കളഞ്ഞു എന്നാണ് അഭിമാനപൂർവ്വം നബീന നജിദിന്റെ ചരിത്രം എന്ന പുസ്തകത്തിൽ KC അബൂബക്കർ മൗലവി കർബല ആക്രമണം എന്ന പരമാധിപത്തിൽ എഴുതി വെക്കുന്നത്. ഞാൻ പറയുന്നത് ഇതൊന്നും വാസ്തവത്തില് പ്രായോഗിക തലത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ എന്നാ മൗലവി പറയുന്നത്. പ്രായോഗിക തലത്തിൽ ഉണ്ടാകാത്തത് വരവുചെലവ് നിങ്ങൾക്ക് അധികാരം കിട്ടിയ സ്ഥലത്തൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ കൊല്ലാമെന്ന് പറഞ്ഞു, നിങ്ങൾ കൊന്നു. കൊല്ലാമെന്ന് പറഞ്ഞു, നിങ്ങൾ കൊന്നു. കാഫിറുകളാക്കി. മുഹ്യദ്ദീൻ എന്ന് വിളിക്കുന്ന ആളുകൾ 1000 വട്ടം 4000 വട്ടം 1000 വട്ടം 10,000 വട്ടം കാഫിറുകളാണെന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ സംഘടനയുടെ അംഗീകാരത്തോടെ തന്നെ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് നിസ്കാരത്തിന് ശിർക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തുടരുന്ന, നിസ്കാരത്തിന് ശിർക്കില്ലാത്തതുകൊണ്ട് തുടരും. എന്നാൽ അങ്ങനെയാണെങ്കിൽ നിസ്കരിക്കുന്നവരൊക്കെ തുടരുകയാണെങ്കിൽ ആദ്യം ഞങ്ങൾ തുടരണ്ടേ? അതുപോലെ തന്നെ വേഗത തുടരണ്ടേ? ഇനി നിസ്കാരത്തിന് ശിർക്കില്ലെന്നാണ് പറഞ്ഞു. നിസ്കാരത്തിന് നിങ്ങളുടെ ഭാഷയിൽ ശിർക്കുണ്ടല്ലോ. അസ്സലാമു അലൈക്കും അയ്യുഹൻ നബിയ്യ എന്ന് വലിച്ചുപോയ നബിയല്ലേ വിളിക്കുന്നത്. അപ്പൊ നിസ്കാരത്തിനും ശിർക്കല്ലേ? അത് നിങ്ങൾ ആരെയാണ് തുടരുക? നിസ്കരിക്കുന്ന ഒറ്റ വ്യക്തി എന്തുമല്ല എന്ന് നിങ്ങൾ പറയണം. കാരണം എന്ത്? നിസ്കരിക്കുന്ന വ്യക്തി മരിച്ചുപോയ മുഹമ്മദ് നബിയെ വിളിക്കുന്നുണ്ട്. മരിച്ചുപോയ മുഹമ്മദ് നബിയെ വിളിക്കുന്ന ശിർക്കാണ് എന്നാണ് നിങ്ങളുടെ വാദം. മുഹമ്മദ് നബി തഹിയ്യാത്തിൽ വെച്ച് മുസ്ലിങ്ങൾ വിളിക്കുന്നു. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? എല്ലാവരെയും തുടരുമെങ്കിൽ ആദ്യാനികളെയും മറ്റും തുടരുമെന്നാണ് എന്റെ ചോദിച്ചത്. ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല എന്ന് നേരത്തെ ചോദിച്ച ആൾക്കാരാണ് ചോദിക്കാൻ തുടങ്ങിയത്. അപ്പോ അത് നന്നായി വരുന്നത്. മോഡറേറ്റർ മാത്രമേ ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ. ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കും. അവിടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ ഏത് ചോദിച്ചാൽ സാധ്യാനികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചക തിരുമേനി അന്ത്യപ്രവാചകനാണ് എന്ന് അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ ആ പ്രവാചകത്വത്തിൽ നിഷേധിച്ച ആസുഖമാണ്. അതുകൊണ്ടാണ് അവർ തുടരാത്തത്. അവർ പ്രവാചകത്വത്തിൽ നിഷേധിച്ചു. അല്ലെങ്കിൽ ആ പ്രവാചകത്തിന്റെ പൂർത്തീകരണം നിഷേധിച്ചു. അവർ പുതിയ പ്രവാചകൻ വിശ്വസിക്കുന്നു. പുതിയ ഒരു പ്രവാചകൻ വിശ്വസിക്കുന്ന ആളുകൾ അംഗീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. മാത്രമല്ല, കാർഡിയാളികൾ തിരിച്ചറിയാൻ ആ പള്ളിയാണ് മനസ്സിലാവും. അത് കേരളത്തിന് മനസ്സിലാവും. അത് വേറെ കേൾക്കേണ്ടതില്ല. എന്നാൽ സാധാരണ മുസ്ലിം പള്ളികളിൽ കയറിയിട്ട് ഇമാമിനോട് നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ, നിങ്ങൾ കുത്തിരിക്കണമെന്ന് ചോദിക്കാറില്ല. നമസ്കരിക്കുന്നവരെ തുടരാൻ നയം അതിന് യാതൊരു മാത്രമില്ല. പിന്നെ ഇവരെ കൊല്ലുന്ന വിഷയം മറ്റൊക്കെയാണ്. ഈ കൊല്ലുന്ന വിഷയം ഭരണകൃഷ്ണ നടപ്പിലാക്കിയെന്നാണ്. കാരണം ഞങ്ങൾ കുറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പക്ഷേ ഞങ്ങൾ ഭയപ്പെടേണ്ട അടുത്ത നടപ്പിലാക്കുന്നില്ല. അത് ഭയപ്പെടേണ്ടതില്ല. പിന്നെ ഉമർ മൗലവിയുടെ ഈ അഭിപ്രായത്തെ, ഉമർ മൗലവിയുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായത്തെ അദ്ദേഹം മാത്രമല്ല പറയുന്നത് മറ്റുള്ളവർ പിന്താങ്ങിയെന്നാണ്. പിന്താങ്ങിയവരും മുമ്പ് കാലത്ത് മുസ്ലിയാക്കളായിരുന്നു. TK മുസ്താ മൗലവിയും ജയ്ദ് മൗലവിയും ഒക്കെ മുസ്ലിയാക്കന്മാരായിരുന്നു. ആ മുസ്ലിയാക്കന്മാരായിരുന്ന ആളുകൾ അവർക്ക് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ചെയ്തിരിക്കുന്ന കാര്യത്തെ അംഗീകരിക്കുന്നത് മാത്രമാണ്. എന്നാലും ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു, ഞങ്ങൾക്ക് ഈ അനുഭവം ഇപ്പോൾ കിട്ടുന്നത് മറുപക്ഷത്തുള്ള ആളുകളിൽ നിന്നാണ്. അവർ ശിർക്ക് ചെയ്യാമെന്ന് വാദിക്കുന്നുവെങ്കിൽ അവരെ ഞങ്ങൾ തുറന്നവരിക്കില്ല. ശിർക്ക് ചെയ്യാമെന്ന് വാദിക്കാത്ത മുസ്ലിങ്ങളായി അംഗീകരിക്കപ്പെടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിനെ അംഗീകരിക്കുന്ന ആളുകളെ ഞങ്ങൾ അംഗീകരിക്കും. ഞങ്ങൾ അവരെ തുറന്നു നിൽക്കും. മാത്രമല്ല, നമസ്കാരത്തിന് മുമ്പ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതടക്കമുള്ള ബാങ്കും ഇഖാമത്തും നിർവഹിച്ചുകൊണ്ടാണ് അവർ നമസ്കരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ തുറന്നു നിസ്കരിക്കുവാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. ഇടയ്ക്ക് മുമ്പ് ഒരു കുട്ടികൾ തേങ്ങലുണ്ട് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിലും ചിർക്കില്ലേ എന്ന്. അസ്സലാമു അലൈക്കും അയ്യുഹൻ നബിയ്യു എന്നത് ചിർക്കല്ലേ എന്ന്. അത് ചിർക്കാണ് ഞങ്ങളുടെ വന്നിട്ടില്ല. ഞങ്ങളുടെ പേരിൽ ഇല്ലാത്തൊരു വാദം ആരോപിച്ചിട്ട് അതിന് മറുപടി കണ്ടെത്തുവാനുള്ള പുതിയ ലൈനാണ് അവർ പോകുന്നത്. അസ്സലാമു അലൈക്കും അയ്യുഹൻ നബിയ്യു എന്ന നമസ്കാരത്തിലുള്ള പ്രയോഗം മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കലാണ് എന്നോ സഹായം
ചാടിച്ചെറലാണ് എന്നോ ഉത്തരം ചാടലാണ് എന്നോ എവിടെയും വെച്ചുകൊണ്ടില്ല. അതിന്റെ അർത്ഥം പോലും അതല്ല. അത് അങ്ങോട്ട് രക്ഷയുണ്ടാവട്ടെ എന്ന് ആശംസിക്കലാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ് എന്നല്ലാതെ അവരോട് പ്രാർത്ഥിക്കലല്ല. മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇസ്ലാമിലെല്ലാം മുജാഹിദുകളിലല്ല, പക്ഷേ മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നത് ഇസ്ലാമിലാണ്. അതുകൊണ്ട് മുജാഹിദുകളിലാണ്. ഇവിടെ നമസ്കാരത്തിൽ മരിച്ചവരോടുള്ള ഒരു പ്രാർത്ഥനയില്ല, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാവാം, അത് ഇസ്ലാമിലല്ല. മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ മരണശേഷവും പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന ഗുണകരമാണ്, അത് അനുവദനീയമായി എന്ന് പ്രധാനത്തിൽ പഠിക്കുന്നത്. എങ്കിൽ നമസ്കാരത്തിൽ പോലും മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥനയുണ്ടെങ്കിൽ ഞങ്ങളുടേതിലല്ല. എന്നാൽ മരണപ്പെട്ടവരോട് അതിൽ പ്രാർത്ഥനയുണ്ട് എന്ന് സമർപ്പിക്കുവാനാണെങ്കിൽ ശ്രമിച്ചാൽ അതിന് മറുപടി ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ ഞങ്ങൾ പറയുന്നു, ചെറുക്കില്ലാത്ത നമസ്കാരങ്ങളെ, കുഫറില്ലാത്ത നമസ്കാരങ്ങളെ ഞങ്ങൾ കണ്ടാൽ ഞങ്ങൾ അവരെ തുറന്നു. ഇത് മാത്രമല്ല, ഇത് അനുവദനീയമാണെന്ന് ചോദ്യം നമ്മളോടാണ്. നമുക്ക് അത് അനുവദനീയമാണ്, നമുക്ക് അതിൽ പ്രതിഫലമുണ്ട് എന്ന വിശ്വാസമുണ്ട്. പിന്നെ ബാക്കികൾക്ക് വേദാന്തം നമുക്ക് മനസ്സിലായില്ല. നമ്മുടെ നമസ്കാരം അപകടത്തിലാവുമോ പ്രയാസത്തിലാവുമോ എന്ന വേദാന്തം മറുപടി ഉണ്ടായതുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടില്ല. അത് അവർ തന്നെ വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. ബേജാർ ഈ കുടുംബത്തിലാണ്, ബേജാർ ഈ കുടുംബത്തിലാണ്. ഈ കുടുംബമാണ് ചോദ്യം ചോദിക്കുന്നത്. കുടുംബത്തിന്റെ പ്രതിനിധിയായുള്ള മോഡറേറ്ററാണ് ചോദ്യം ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ബേജാറില്ല, ഞങ്ങൾക്ക് യാതൊരു ബേജാറില്ല. ഇപ്പൊ പറഞ്ഞതിന്റെ ആകെപ്പുക എന്താണ്? അസ്സലാമലൈക്കും അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്ന് ചുരുക്കില്ലാണ്. ഞാൻ ചോദിക്കട്ടെ, മരിച്ചവർ കേൾക്കുമെന്ന് വിശ്വസിക്കാൻ നിങ്ങളുടെ ഭാഷയിൽ എന്താണ്? മരിച്ചവർ കേൾക്കുമെന്ന് വിശ്വസിക്കാൻ നിങ്ങളുടെ പ്രവർത്തനം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ ഇല്ലാന്ന് വിശ്വസിച്ചുകൊണ്ടാണോ അസ്സലാമലൈക്കും അയ്യുഹൻ നബിയ്യു ഓ നബിയെ എന്ന് വിളിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ്. അവ മരിച്ച പ്രവാചകൻ കേൾക്കുമെന്ന വിശ്വാസം ഈ അസ്സലാമലൈക്കും അയ്യുഹൻ നബിയ്യു എന്ന് വിളിക്കുന്ന വ്യക്തിക്കുണ്ട്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ വാക്കുപ്രകാരം അത് ചുരുക്കാണ്. ഇനി ഞാൻ ചോദിച്ചു, ഞാൻ ഇദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഞാൻ എന്റെ കഴിഞ്ഞ മകരത്തിന് മുമ്പുള്ള വിശദീകരണത്തിൽ പറഞ്ഞിരുന്നു കുടുംബത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട്. ഇവിടെ ചോദ്യം ഉന്നയിക്കേണ്ടത് മോഡറേറ്റർ, ഞാനോ ഓരോ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കുടുംബത്തിന്റെ സംശയമാണ്. ലോകത്തുള്ള എല്ലാ സംശയങ്ങളും ചോദിക്കാനല്ല ഈ സദസ്, ഈ കുടുംബത്തിലുള്ള സംശയങ്ങൾ ചോദിക്കാൻ. അത് ചോദിക്കേണ്ടത് മോഡറേറ്ററാണ്. പക്ഷേ മൗലവി നിരന്തരം ആ നിയമം ലംഘിച്ചതുകൊണ്ട് ഞാനും ലംഘിക്കാൻ നിർബന്ധിതനാണ് എന്ന് പറഞ്ഞ് കുടുംബത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ ഇങ്ങോട്ട് ഉന്നയിക്കുമ്പോൾ എനിക്ക് ഉന്നയിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നിസ്കാരത്തിൽ ചുരുക്കുണ്ടെങ്കിൽ തുടരാൻ പറ്റുന്നതാണ്. അപ്പൊ ചുരുക്കില്ലാത്ത നിസ്കാരം ചുരുക്ക് ചെയ്യുന്നവൻ നിസ്കരിച്ചാലും തുടരാൻ പറ്റും. ഇതെവിടെയാണുള്ളത് സുഹൃത്തുക്കളെ? ഇതെന്ത് വിശ്വാസമാണ്? ഇസ്ലാമിൽ ഇങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? യാ നോക്കൂ യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് മരിച്ചുപോയ മുഹിയദ്ദീൻ ശൈഖിനോട് സഹായം ചോദിക്കല് ശിർക്കാണ് എന്ന് നിങ്ങൾ പറയുന്നു. ആ ശിർക്ക് ചെയ്യുന്നവനാണ് ഞാൻ. നിങ്ങളുടെ ഭാഷയിലുള്ള ആ ശിർക്ക് ചെയ്യുന്നവനാണ് ഞാൻ. എന്നാൽ എന്നെ പോലെയുള്ള ഒരു ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നതിനെ കുറിച്ചാണ് താങ്കളോടുള്ള ചോദ്യം. ശിർക്ക് ചെയ്യാത്ത ഇമാമിനെ കുറിച്ചല്ല. നിങ്ങളുടെ ഭാഷയിലുള്ള ശിർക്ക് ചെയ്യാമെന്നും അത് ചെയ്യുകയും ചെയ്യാമെന്ന് വാദിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ പോയതാണ്. സുന്നിപ്പള്ളിയിലെ ഇമാമ് യാവുദ്ദീൻ എന്ന് വിളിക്കുകയും അങ്ങനെ വിളിക്കാമെന്ന് വാദിക്കുകയും ചെയ്യുന്ന ആളാണ്. അയാളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. പിന്നെ പറഞ്ഞത് ഖാദിയാനിന്റെ പള്ളി തിരിച്ചറിയുന്നതാണ്, സുന്നിന്റെ പള്ളി തിരിച്ചറിയില്ല, അതുകൊണ്ട് ഞങ്ങൾ കുടുങ്ങിയിട്ടാണ് തുടരുന്നതെന്നാണ് ആകെ ഉത്തരത്തിന്റെ ആകെ തുക പറയാം. സുന്നിപ്പള്ളി തിരിച്ചറിയില്ല, ഖാദിയാനി പള്ളി തിരിച്ചറിയില്ല. ഖാദിയാനി പള്ളി എന്നാണ് കൊമ്പുണ്ടാവും, എനിക്ക് മനസ്സിലാക്കണം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്. എന്നാൽ അങ്ങനെയാണ് സുന്നിപ്പള്ളിയുടെ മുമ്പിലുണ്ടാവും നേരത്തെപ്പറ്റി, അവിടെ മനസ്സിലാവും ഇത് സുന്നിപ്പള്ളിയാണ്. എന്നാൽ ആ നേരത്തെപ്പറ്റിയുള്ള പള്ളിയിൽ നിങ്ങൾ ഇമാമെ തുടരില്ലേ? നേരത്തെപ്പറ്റിയുള്ള സുന്നിയുടെ പള്ളിയിൽ നിങ്ങൾ ഇമാമെ തുടരാറില്ലേ? തീർച്ചയായിട്ടും തുടരാറുണ്ട്, നിങ്ങൾ തുടരാറുണ്ട്. ഇത് മാത്രമല്ല, ഇഖാമത്തിന് മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന സ്വലാത്ത് എന്ന വിജയത്താണ് എന്നാണ് നിങ്ങളുടെ വാദം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഇഖാമത്ത് കൊടുക്കാൻ വിജയത്താണ് എന്നാണ് നിങ്ങളുടെ വാദം. ഈ വിഷയത്തിൽപ്പെട്ടതല്ലെങ്കിൽ ഞാൻ ഉദാഹരണത്തിന് വേണ്ടി സൂചിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇമാമ് അല്ലെങ്കിൽ മുഅദ്ദിൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞ് ഇഖാമത്ത് കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന സുന്നിപ്പള്ളിയാണ്. അപ്പോൾ അറിഞ്ഞുപോകണ്ടേ? എന്നിട്ടും നിങ്ങൾ മുശ്രിക്കുകളായ സുന്നികളോട് തന്നെ തുടർന്ന് നിസ്കരിക്കുന്നു. കൊല്ലൽ നിർബന്ധമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, പിന്നെ അതുപോലെ തന്നെ കാഫിറുകളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, മുശ്രിക്കുകളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന അവരോട് തന്നെ നിങ്ങൾ തുടർന്ന് നിസ്കരിക്കുന്നു. സുഹൃത്തുക്കളെ, പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. നിസ്കരിക്കുന്നത് ആരാണെങ്കിലും തുടരുന്നതാണ്. അപ്പൊ കാദിയാനാണെങ്കിലും തുടരും, ശേഖരനാണെങ്കിലും തുടരും. പിന്നെ കാദിയാന് നബിസല്ലല്ലാഹു അന്ത്യപ്രവാചകത്വം നിഷേധിക്കുന്നത് കൊണ്ട് തുടരുകയാണ്. അതിലേറെ വലിയ കാര്യമല്ലേ ശിർക്ക് ചെയ്യാനുള്ളത്? അന്ത്യപ്രവാചകത്വം നിഷേധിക്കുക എന്നതിനാണ് വലിയ കുറ്റമല്ലേ? അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവമുള്ളതല്ലേ ശിർക്ക് ചെയ്യുവാനുള്ളത്? ആ ശിർക്ക് കുത്തുബിയത്തിലൂടെ 10,000 വട്ടം ചെയ്യുന്നവരല്ലേ നിങ്ങൾ പറയുന്നു യാതൊരു മുഹീദിനെ വിട്ട
കാബറായിട്ട് സുബൈ നിസ്കരിക്കുന്ന ഇമാമിനെ നിങ്ങൾ തുറന്നു നിസ്കരിക്കുന്നില്ലേ? 4000 വട്ടം കാബറായിട്ട് രാത്രി ചെന്നിട്ട് സുബൈക്ക് പോയിട്ട് പോത്തിനടക്കുന്ന ആ പോത്തിന്റെ ഇറച്ചി ചൂടാറുന്നതിന് നിങ്ങൾ തിന്നുന്നില്ലേ? മുശ്രിക്കായ മല്ലാക്ക കുത്തുബിയത്ത് 4000 വട്ടം കാബറായിട്ട് ആ മുശ്രിക്കായ മല്ലാക്ക അടുത്തത് മുജാഹിദുകൾ തിന്നും. അത് തിന്നുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി വളരെ രസകരമാണ്. മൗലവിയുടെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ സുഹൃത്തുക്കളെ, കാബറ് നിസ്കരിച്ചാലും അതുപോലെ തന്നെ കാദിയാൻ നിസ്കരിച്ചാലും ശേഖരം നിസ്കരിച്ചാലും അതിന് ശിർക്കില്ലെങ്കിൽ തോന്നുന്നതാണ്. അത് ഇസ്ലാമിലാണ്. അത് ഈ ചെറുക്കിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ചെറുക്കിനോട് സമരസപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യവും പരിശുദ്ധ ഇസ്ലാമിനില്ല. ഷിർക്കാണോ ചെയ്യുന്നത് അവൻ മുശ്രിക്കാണ്. മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അവന് തുടരാൻ പാടില്ല. ഷിർക്ക് ചെയ്യുന്നവനെ തുടരാൻ പാടില്ല. ഷിർക്ക് ചെയ്യുന്നവനെ തുടർന്ന നിസ്കാരം സഹിയാവുകയുമില്ല. ഇവിടെയാണെങ്കിലോ സുന്നികൾ ചെയ്യുന്നത് ഷിർക്കാണെന്ന് വിശ്വസിക്കുകയും ആ സുന്നികളെ തുടർന്ന് നിസ്കരിക്കുകയും ചെയ്യുന്നു. പള്ളി തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ തുടർന്ന് നിസ്കരിക്കുന്നത്. അവർ ആ വാദം വളരെ ബാധിതമാണെന്ന് ഈ സ്ഥലത്ത് ബോധ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ അസ്സലാമു അലൈക്കും കഴിഞ്ഞുവെന്ന് ചെയ്തു വന്നത് പുതിയ ഒരു സംഘടനത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് മുഴുവൻ കഴിഞ്ഞു. ഇവിടുത്തെ ചോദ്യം, ഈ ആളുകൾ സ്വർണ്ണം അനുസരിച്ച നമസ്കാരത്തിന് പ്രതിഫലം ഉണ്ടാകുന്നതാണ്. അത് ഉള്ളി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മറുപക്ഷത്തെ അതിലെ ആളുകൾ കടക്കില്ല. ഒന്ന്, പിന്നെ ഈ കുടുംബത്തിന്റെ പ്രശ്നമാണ്. ഈ കുടുംബത്തിലുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള പ്രയാസമുണ്ടെങ്കിൽ അവർ മാറി നിൽക്കുക എന്നല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്നത്. അതാണ് വിഷയം. പിന്നെ കാവ്യാനെ തിരിച്ചറിയാൻ എന്താണ് തെളിവെന്നാണ്. അത് തെളിവ് കാര്യങ്ങൾ കുറച്ചൊക്കെ അന്വേഷണം മനസ്സിലാവും. സത്യവും അസത്യവും തിരിച്ചറിയാൻ എന്താണ് മാർഗം എന്നുള്ളത് വിശുദ്ധ ഖുർആനും പ്രവാചകനെയും പഠിക്കുന്ന ആൾക്ക് മനസ്സിലാവും. അതത്രയുള്ളൂ. പിന്നെ മുന്തിപ്പടി നമ്മൾ നേരത്തെപ്പടി ഉണ്ടാകുന്നില്ല. ശരി, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ചെറുപ്പ് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല ചെറുപ്പിനെ അംഗീകരിക്കുന്നില്ല എന്നുകൊണ്ടാണ് നമ്മൾ അവിടെ തുറന്നു ചെയ്യുന്നത്. മറുപക്ഷം സ്വയം ചെറുപ്പ് ചെയ്യുന്നവരാണ് എന്ന് സ്വയം അംഗീകരിക്കുന്നുവെങ്കിൽ അവർ നിങ്ങൾ തുറന്നു വെച്ചിരിക്കില്ല. നിങ്ങൾക്ക് ചെറുപ്പ് ചെയ്യാമെന്ന് വാദമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തുറന്നിരിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ വാദമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ സമർപ്പിച്ചാൽ മതി. ഞങ്ങൾക്ക് തുറന്നു പരിപാടിയില്ല. പിന്നെ ഇവർ അർത്ഥം ഞങ്ങൾ തിന്നുന്നത് പുതിയ വിഷയം കൊണ്ടുവരാണ്. ഇവരെ അർത്ഥം മാത്രമല്ല, ഇവരുടെ കിതാബുകൾ പറഞ്ഞത് 4 അർത്ഥം വരെ തിന്നാണ്. അപ്പൊ 4 അർത്ഥം വരെ തിന്നാമെന്ന് പഠിപ്പിക്കുന്ന കിതാബുകൾ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർ അർത്ഥം തിന്നാൻ നമ്മൾ മനസ്സിലാക്കിയുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ല. അതും ഞങ്ങളുടെ ആരോഗ്യവുമായും ഞങ്ങളുടെ സ്വന്തം ദീനുമായി ബന്ധപ്പെട്ടതാണ്. അതിന് മറുപക്ഷത്തിന് വേവലാതിയും ബന്ധമുണ്ടാവേണ്ടതില്ല എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ വിഷയങ്ങളൊക്കെ ഇതിലേക്ക് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവർക്ക് വേറൊരു ദീനാണ്. ഇവർക്കൊക്കെ സ്വന്തമാണ്. തുടർന്നുസ്കരിക്കുന്ന ഞങ്ങളാണ്. മാസമുള്ള അത് ഞങ്ങളാണ്. ഇവർക്ക് സ്വന്തം. അപ്പൊ അള്ളാഹുവും റസൂലിന്റെ ഇവരുടെ ദീനിന്റെ യാതൊരു ബന്ധമല്ല. പിന്നെ പറഞ്ഞതെന്താ, കാദിയാനിയെ തിരിച്ചറിയാൻ പ്രയാസങ്ങളെ കുറിച്ച് അന്വേഷിച്ചാൽ മതിയെന്ന. എന്നാ ഈ കുതുബിയകർത്തം ഉണ്ടാക്കാൻ കുറച്ച് അന്വേഷിച്ചാൽ പോലെ അന്വേഷണം മനസ്സിലാവേ. കാദിയാനിയെ കുറിച്ച് നടത്തുന്ന അന്വേഷണത്തിലൂടെ കാദിയാനിയാണെന്ന് മനസ്സിലാക്കുമെങ്കിൽ കുതുബിയത്ത് നടത്തുന്ന ഇമാമ് അല്ലെങ്കിൽ കുതുബിയത്ത് നടത്തുന്ന മുഅദ്ദിൻ പള്ളിയുടെ മുക്രി അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ആളാണോ എന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവൂലേ? ആർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ? മാത്രമല്ല ഞാൻ പ്രൊഫഷണൽ അടയാളം പറഞ്ഞല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് ഒരു മല്ലാക്ക പറഞ്ഞതിന്റെ അർത്ഥം ഇയാള് മുജാഹിദ് ഇമാമോ മുജാഹിദ് പള്ളിയുടെ മുക്രിയോ ആണെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇക്കാമത്ത് കൊടുക്കുകയില്ല. അപ്പൊ അങ്ങനെ ഒരു മുഅദ്ദിൻ അല്ലെങ്കിൽ ഒരു ഇമാമ് ഇക്കാമത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് സുന്നിപ്പള്ളിയാണ്, ഇവിടുത്തെ ഇമാമ് സുന്നിയാണ്. സുന്നിയാണെന്ന് പറഞ്ഞാൽ കൊല്ലം നിർബന്ധമായ വ്യക്തിയാണ്. കൊല്ലം നിർബന്ധമായ വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അയാൾ കാഫിറാണ്, മുശ്രിക്കാണ്. അയാള് 1000 വട്ടം 4000 വട്ടം 10000 വട്ടം കാഫിറാകുന്നതാണ്. ഇങ്ങനെ 10000 വട്ടമൊക്കെ കാഫിറാകുന്ന ആളുകളെ തുടർന്ന് കേട്ടാൽ പ്രതിഫലം കിട്ടുമെന്ന് ചോദിക്കുമ്പോ മൗലവി പറയണത് ഞങ്ങളെ പ്രശ്നമാണ്, ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കെന്താ, കിട്ടിയാൽ നിങ്ങൾക്കെന്താ എന്ന ചോദ്യത്തേക്ക്. പക്ഷേ സുഹൃത്തെ, നിങ്ങളുടെ പ്രശ്നമായിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സാധാരണമേ ഉള്ളൂ. പക്ഷെ നിങ്ങളെ പിന്തുടർന്നുകൊണ്ട് 100കണക്കായ ആളുകൾ കേരളത്തിൽ നിരക്കത്തിൽ പോകാൻ കഴിയുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? ഇത് ഞങ്ങളുടെ പ്രശ്നമാണ്, നിങ്ങളുടെ പ്രശ്നമല്ല. ഇത് ഇസ്ലാമിന്റെ പ്രശ്നമാണ്, മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമാണ്. ഈ ഒരു കുടുംബത്തിന്റെ പ്രശ്നം മാത്രമല്ല. ഇപ്പോൾ ഒരുമിച്ച് കൂടിയത് ഈ കുടുംബത്തിന്റെ പേരിലാണെങ്കിലും ഈ കുടുംബത്തിലുള്ള വ്യക്തികളുടെ സംശയത്തിന്റെ പേരിലാണെങ്കിലും ഈ പ്രശ്നം ഇസ്ലാമുമായി ബന്ധപ്പെട്ടതാണ്, ഇസ്ലാമിക നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ടതാണ്. ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ബേജാറ് എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് 2 പേർക്ക് പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ബേജാറില്ല. പക്ഷെ നിങ്ങൾ പറയുന്നതാണ് ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ 100കണക്കായ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. കൊല്ലം നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്, മുസ്ലിംകളാണെന്ന് പറയുന്നുണ്ട്, കാഫിറുകളാണെന്ന് പറയുന്നുണ്ട്.
പറയുന്നുണ്ട് ശിർക്ക് ചെയ്യുന്നവരെ ആണ് എന്ന് അവർ വിശ്വസിക്കുന്നവരെ തുറന്നനുസരിക്കുന്നുണ്ട്. അവർക്ക് പ്രതിഫലം പറയുന്നത് നിങ്ങളുടെ ബാധ്യത തന്നെയാണ്. അതിനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ പറയും ഞങ്ങൾക്ക് കൂലിക്ക് നിങ്ങൾക്കെന്താ, ഞങ്ങൾക്ക് ഒരു വഴിക്ക് നിങ്ങൾക്കെന്താ. ഇത് വാസ്തവത്തിൽ ഒരു തീരെ അടിസ്ഥാനരഹിതമായ അല്ലെങ്കിൽ വളരെ ദുർബലമായ ഒരു വിശദീകരണം മാത്രമാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിന്റെ ഇതിന്റെ നിയമം എന്താണ്. അല്ലാതെ എനിക്ക് പ്രതിഫലം കിട്ടോ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടോ അതിനെക്കുറിച്ചല്ല. ഇസ്ലാമിന്റെ എന്താണ് ഞങ്ങൾ പറയുന്നു. ശിർക്ക് ചെയ്യുന്നവരെ പുനസ്കരിക്കാൻ പാടില്ല, ശിർക്ക് ചെയ്യുന്നവരെ പുനസ്കരിക്കാൻ പാടില്ല. പ്രതിഫലം കിട്ടൂലെന്ന് മാത്രമല്ല, നിസ്കാരം സഹിയാവുക പോലുമില്ല, ആ നിസ്കാരം പാടുക പോലുമില്ല ശിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞു ശിർക്ക് ചെയ്യാമെന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ ഞാൻ വ്യക്തമായി ഏതൊരാൾക്കും മനസ്സിലാകുന്ന ശൈലിയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഭാഷയിൽ ശിർക്ക് എന്ന് നിങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങളുടെ ഭാഷയിലല്ല, ഞങ്ങളുടെ ഭാഷയിൽ അത് ശിർക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുമ്പോ, തിരുസുന്നത്ത് അംഗീകരിക്കുമ്പോ, അല്ലെങ്കിൽ മുഹമ്മദിന്റെ ചര്യ അംഗീകരിക്കുമ്പോ ആ കാര്യത്തെ കുറിച്ച് എങ്ങനെയാണ് ശിർക്ക് എന്ന് പറയുക? അപ്പൊ ഒരിക്കലും ഞങ്ങളത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളത് ശിർക്കാണെന്ന് പറയുന്നു. പിന്നെ പറഞ്ഞത് അത് മുസ്ലിയാക്കന്മാരായിരുന്ന ആൾക്കാർ എഴുതിയതാണ്, ഞങ്ങൾക്ക് ബാധകമല്ല. കേരള നിയമസഭയുടെ പ്രസിഡന്റ് എഴുതിയത് നിങ്ങൾക്ക് ബാധകമല്ലെങ്കിൽ, കേരള മുജാഹിദിന്റെ പ്രസിഡന്റ് അംഗീകരിച്ച നിങ്ങൾക്ക് ബാധകമല്ലെങ്കിൽ പിന്നെ ആരുടേതാണ് നിങ്ങൾക്ക് ബാധകമാവുക? അപ്പൊ തീർച്ചയായിട്ടും ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, അതൊന്നും നിങ്ങൾക്ക് ബാധകമല്ലെങ്കിൽ യാ വൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കൽ ശിർക്കാണ് എന്ന് നിങ്ങൾ പറയുന്നു. ഞാനത് വിളിക്കുന്നു. അങ്ങനെ വിളിക്കാമെന്ന് വാദിക്കുന്നവൻ മുശ്രിക്കാണെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ അങ്ങനെ വിളിക്കാമെന്ന് വാദിക്കുന്നു. എന്നെ തുടർന്ന് നിസ്കരിച്ചാൽ പ്രതിഫലം കിട്ടുമോ എന്നാണ് ചോദ്യം. അതിനുള്ള മറുപടി ഉണ്ടെങ്കിൽ അങ്ങനെ പറയണം. അപ്പൊ പറയാം ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടിയ നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ പ്രശ്നമല്ല, സമുദായത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് പിന്നെ അവര് ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞു. നിങ്ങൾക്ക് ശിർക്ക് ചെയ്യാമെന്ന് വാദമുണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തുടർന്ന് നമസ്കരിക്കില്ല. നമസ്കാരത്തിൽ ശിർക്കില്ലാത്തതുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകളെ ഞങ്ങൾ തുടർന്ന് നമസ്കരിക്കുന്നു. പിന്നെ ഇതിൽ ഒരു മുൻ മാതൃകയില്ലതാണ്. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഇമാമായ മനുഷ്യൻ മുഹ്ദി ശൈഖിനെയോ അല്ലെങ്കിൽ മരിച്ചുപോയ ആളുകളെയോ വിളിച്ചു പ്രാർത്ഥിച്ചൊരു മാതൃകയില്ല. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഇമാം റസൂലുള്ളാഹിയാണ്. ആ റസൂലുള്ള ഒരിക്കലും മരിച്ചുപോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ള പോലെയുള്ള അക്കാലത്ത് ഇമാമുകളുടെ പേരിൽ അങ്ങനെ പ്രശ്നവുമില്ല. എന്നാൽ പിൽക്കാലത്ത് മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കന്മാരായി രംഗത്ത് വന്നിരിക്കുന്ന ആളുകൾ ശിർക്കിനെ ന്യായീകരിക്കുവാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ ശിർക്ക് ചെയ്യാമെന്ന് വാദമുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ തള്ളിക്കളയുന്നു. അതേ സമയത്ത് അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവസ്ഥവശാലോ അവർ ശിർക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ ഞങ്ങൾ അവരെ ചെയ്യേണ്ടിയാണ് അവർ ബോധ്യപ്പെടുത്തുക എന്നല്ലാതെ അവർ തുറന്നവസ്കരിക്കുന്നതിന് പ്രതിഫലം ലഭിക്കില്ല എന്ന് വിശ്വാസം ഞങ്ങൾക്കില്ല. ഇത് ഞങ്ങളുടെ വാദം. ഞങ്ങൾ ആ വാദം പിന്നെ ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. മാത്രമല്ല പിന്നെ ഇവര് ഞാൻ കൂടി ചോദിച്ചു, ഈ നമസ്കാരം ഉപേക്ഷിക്കൽ കുഫ്റാണ് എന്ന് റസൂൽ ചോദിച്ചു. എന്നാൽ നമസ്കാരം ഉപേക്ഷിക്കുന്നവരെ കാഫിറായിക്കൊണ്ടുകൊണ്ട് അവരെ തുറന്നവസ്കരിക്കുന്നതിനെ കുറിച്ച് ഇവിടെ വിധി പറയണമെന്ന് വിധി പറഞ്ഞിട്ടില്ല. കാരണം പല പള്ളികളിലും ഉത്തരവാദപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആളുകൾ വരെ പലപ്പോഴും നമസ്കാരം ഉപേക്ഷിക്കാറുണ്ട്. ആ നമസ്കാരം ഉപേക്ഷിക്കൽ കുഫ്റാണ് എങ്കിൽ ആ കുഫ്റായിരിക്കുന്ന കാര്യം നിർവഹിച്ചതിന്റെ പേരിൽ ഭാഷാപരമായി അവർ കാഫിറാണല്ലോ. ആ കാഫിറിനെ തുറന്ന് നമസ്കരിക്കാമോ ഇല്ലയോ എന്ന് ഇവരും പറഞ്ഞില്ല. കാരണം എന്താ? അത് ചിലപ്പോ അവരവന്റെ ഭക്ഷണം കുറവുകൊണ്ട് മാത്രമാണ്. ഇതാണ് വിഷയം. അപ്പൊ അതിനാൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഞങ്ങൾ വ്യക്തമായി പറയുന്നു, ശിർക്ക് ചെയ്യാം എന്ന് വാദിക്കുന്ന ആളുകളെ ഞങ്ങൾ തുറന്ന് നമസ്കരിക്കില്ല. റസൂലുള്ളാഹിയുടെ പിന്നെ പ്രവാചകത്വ സമാപ്തിയെ അംഗീകരിക്കാത്തവരെ ഞങ്ങൾ തുറന്നു നമസ്കരിക്കില്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുകയും ശിർക്ക് ചെയ്യാതെ നമസ്കരിക്കുകയും ചെയ്യുന്ന ഇമാമിനെ ഞങ്ങൾ തുറന്നു നമസ്കരിക്കുന്നു. ഇത് തന്നെയാണ് ഞങ്ങളുടെ നയം. ആ നയത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കാരണം പിന്നെ ഒരേ ഉത്തരങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഭാഗം. അപ്പൊ ഓഡിയൻസിന് മനസ്സിലായി. പിന്നെ ഇപ്പൊ ഈ ഭാഗത്തിൽ ഇപ്പൊ അവസാനം പറഞ്ഞ മറുപടിയില് ഈ ശിർക്ക് ചെയ്യുന്ന ഇമാമിന് നിസ്കാരം ചെയ്യാവൂല. അതാണ് ഈ ചോദ്യത്തിന് ചെറിയ അപാകതയുണ്ട്. കാരണം ശിർക്ക് ചെയ്യുന്ന ഇമാമിന് നിസ്കാരം ശരിയായെങ്കിലല്ലേ പ്രതിഫലം കിട്ടുന്നത്. ഈ ചോദ്യം ഒരു ശരിയായ ചോദ്യം എന്താണെന്ന് എന്റെ അഭിപ്രായം. കാരണം നിസ്കാരം പിന്നെ അങ്ങനെ പ്രതിഫലം കിട്ടാൻ ശിർക്ക് ചെയ്യുന്നവരുടെ നിസ്കാരം ചെയ്യാവൂലല്ലോ. അതുകൊണ്ട് ഈ ഇതിനടുത്തേക്ക് അവസാനിപ്പിക്കുക. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ അടുത്ത ചോദ്യം മുജാഹിദ് ചോദ്യം, വാപ്പ മൗലൂദുകളും അദ്ദാദുകളും പോലെയുള്ളവ ചൊല്ലുന്നത് വഴി ശിർക്ക് ആരോപിക്കപ്പെടുന്ന മക്കൾ വാപ്പാന്റെ സ്വത്തുക്കളോ സമ്പത്തുകളോ അനുഭവിച്ചു വരുന്നുണ്ടെങ്കിൽ
അത് ഷറയിൽ അനുവദനീയമാണോ? അനുവദനീയമാണ് എന്നാണ് ഞങ്ങളുടെ ഉത്തരം. അത്രയും കുറ്റം പറയാം. വായിക്കട്ടെ. വാപ്പ മൗലൂദുകളും ഹദ്ദാദുകളും പോലെയുള്ളവ ചെല്ലുന്നത് വഴി ശിർക്ക് മക്കൾ, ശിർക്ക് മക്കൾ വാപ്പാന്റെ സ്വത്തുക്കളോ സമ്പത്തുക്കളോ അനുവദിച്ചു വരുന്നുണ്ടെങ്കിൽ അത് ശറഹിൽ അനുവദനീയമാണോ എന്നാണ്. അനുവദനീയമാണ് എന്ന മൗലവി പറഞ്ഞത് ഏത് മാനദണ്ഡത്തിലാണെന്ന് എനിക്കറിയില്ല. സാമാന്യ ബുദ്ധി പോലും അംഗീകരിക്കുമോ? അത് മൗലൂദ് നടത്തുന്നവൻ മൗലൂദിൽ നടത്തി തീർക്കേണ്ടി എന്നാണ് മുജാഹിദിന്റെ വാദം. മൗലൂദിൽ നിറയെ തീർക്കാണ് എന്നാണ് മുജാഹിദിന്റെ വാദം. ഇനി അല്ലെങ്കിൽ തന്നെ മൗലൂദ് ആചരിക്കലും അതൊക്കെ അനാചാരമാണ്, വിദേഹമാണ് എന്നാണ് വാദം. അതിൽ തന്നെ യാബിബുൽ മുസ്തഫ ബല്ലുമക്കാസുര തുടങ്ങിയുള്ളത് ഇങ്ങനെ തുടങ്ങി അല്ലാഹുവിന്റെ റസൂലിനോട് നേരിട്ട് സഹായം ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇണയാളനാക്കി നിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ തെറ്റ് ഒരുപാട് ചെയ്ത നബിയെ അങ്ങയോട് ഞാൻ ആവരാതി ബോധിപ്പിക്കുന്നു എന്ന് മരിച്ച നബിയോട് പറയുന്ന മൗലൂദ്, ആ മൗലൂദ് ഓതുന്ന വാപ്പ, ആ വാപ്പാന്റെ സ്വത്ത് വാപ്പ മുന്നിരിക്കാണെന്ന് വിശ്വസിക്കുകയും വാപ്പയെ കൊല്ലം നിർബന്ധമാണെന്ന് വിശ്വസിക്കുകയും വാപ്പ കാപ്പറാണെന്ന് 1000 ഉപദേശത്തിൽ ഇവിടെ ആണെഴുതുകയും ചെയ്യുന്ന ഈ മുജാഹിദ് മക്കൾക്ക് സ്വത്ത് അനുഭവിക്കാൻ പറ്റും. അത് നേരത്തെ ഇസ്ലാമിന്റെ പക്ഷമാണ്. 1000 വട്ടം യാതൊരു മരിക്കണം ഉണ്ടാക്കാത്ത ബോധത്തിന്റെ ഇറച്ചി തിന്നാം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ വാപ്പാന്റെ സ്വത്ത് അനുഭവിക്കാമെന്ന് പറയുന്നത്. സാമാന്യ മര്യാദ 1 ഉപ്പ അങ്ങനെ ഏതായാലും മുസ്ലിക്കാണ്, എന്നാൽ മുസ്ലിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് ഞാൻ സമ്പാദിച്ചോളാം എന്ന് പറയാനുള്ള ആനന്ദം. പക്ഷെ അത് പറയാനുള്ള അതായത് കിട്ടുന്നതൊന്നും ഒരു മുറക്കൂല. അത് ചെയ്യുന്ന മുസ്ലിക്കുന്നതാണെങ്കിലും ശരി, കാഫിറുകളാണെങ്കിലും ശരി, ഇനി ആരായാലും കുഴപ്പമില്ല, ഇങ്ങനത്തെ കിട്ടണമൊക്കെ അത് ആരായാലും ഇവർ സ്വീകരിക്കും. നോക്കൂ, നിങ്ങൾ എത്ര ലാഭത്തോടെയാണ് ആ സുഹൃത്ത് മറുപടി പറഞ്ഞത് അനുവദനീയമാകും. ആരുടേത്? ഹദ്ദാദ് അതുപോലെ ഒരു തോന്നുന്ന ഇതിനൊക്കെ ശിർക്കിന്റെയാണ് വാദം. ഈ ശിർക്കുകൾ മൊത്തവും ചെയ്യുന്ന വാപ്പ അയാളെ മുസ്ലിക്കാണ്, അയാളെ കൊല്ലൽ നിർബന്ധമാണ് എന്നൊക്കെ വാദിക്കുന്ന മുജാഹിദിന് വാപ്പാന് സ്വത്ത് തിന്നാം. ഇത് സാമാന്യ ബുദ്ധി അംഗീകരിക്കുന്നുണ്ട്, സാമാന്യ മര്യാദ അംഗീകരിക്കുന്നുണ്ട്. അടുത്ത് പറയാം. ഇവിടെ ചോദ്യം വാപ്പ മൗലവികളും അധ്യാപകരും പോലെയുള്ളവർ ചെയ്യുന്നത് വഴി ശിർക്ക് ആരോപിക്കപ്പെടുന്ന മക്കൾ വാപ്പാന്റെ സ്വത്തുക്കളോ സമ്പത്തുകളോ അനുഭവിച്ചു വരുന്നുണ്ടെങ്കിൽ അത് ശറഹിൽ അനുവദനീയമാണ്. അത് അനുവദനീയമാണ് എന്ന് ഞാൻ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞതല്ല. ഇവിടെയുള്ള മുജാഹിദ് മക്കളുടെ പിതാക്കൾ എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് അംഗീകരിക്കുന്നവരാണ്. അവർ സ്വാഭാവികമായ അബദ്ധങ്ങളും പോരായ്മകളും സംഭവിച്ചിരിക്കാം. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയും മുഹമ്മദ് റസൂലുള്ളാഹിയും അംഗീകരിക്കാത്ത രക്ഷിതാക്കളുടെ സഹായവും സമ്പത്തും സ്വീകരിച്ച പാരമ്പര്യം റസൂലുള്ളാഹിക്കുണ്ട്. അതിനെ തുടരാൻ എന്താണല്ലോ? പക്ഷെ അതിന് സാധ്യമല്ല. റസൂലുള്ളാഹി ജനിച്ചു വരുമ്പോൾ പിതാവിന്റെ നിലയ്ക്കുകയാണ്. റസൂലുള്ളാഹിക്ക് സംരക്ഷണം കൊടുത്തിരുന്നവരിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് പിതൃ സഹോദരനാണ്, ഏളാപ്പ അല്ലെങ്കിൽ മുത്താപ്പ, അബൂ താലിബ്. ആ അബൂ താലിബ് മരിക്കുന്നത് വരെയും അദ്ദേഹത്തെ റസൂലുള്ളാഹി ഹിദായത്തിലേക്ക് ക്ഷണിച്ചു. ആ അബൂ താലിബ് നൽകിയിരിക്കുന്ന എല്ലാ സഹായവും സ്വീകരിച്ചിട്ടുണ്ട്. ആ അബൂ താലിബിന്റെ ഏതെങ്കിലും ഒരു സഹായം ശിർക്കിന്റെയോ കുഫ്റിന്റെയോ പേര് പറഞ്ഞുകൊണ്ട് റസൂൽ തട്ടിക്കാനിട്ടില്ല, നിരാകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്ത, മുഹമ്മദ് റസൂൽ അംഗീകരിക്കാത്ത, വാക്കിൽ പോലും അംഗീകരിച്ചിട്ടില്ലാത്ത ആ അബൂ ത്വാലിബിന്റെ സ്വത്തും സഹായങ്ങളും സഹകരണങ്ങളും സംരക്ഷണങ്ങളും പ്രവാചക തിരുമേനി അനുഭവിച്ചും ആദരവ് കാണിച്ചുവെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന, മുഹമ്മദ് റസൂൽ അംഗീകരിക്കുന്ന പിതാക്കളുടെ സ്വത്ത് സ്വീകരിക്കാമെന്ന് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം. അതാണ് എനിക്ക് പറഞ്ഞത്. ഇപ്പോ ആൾ പറയാ നേരത്തെ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ അടിസ്ഥാന വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാഫിറായ അമുസ്ലിമീങ്ങളായ സംരക്ഷകന്മാരുടെ സംരക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു അമുസ്ലിമിന്റെ സംരക്ഷണം സ്വീകരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അയാളുടെ സ്വത്ത് നമുക്ക് തന്നാൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇസ്ലാമിന് വാദമല്ല, അങ്ങനെ ആരും വധിക്കുകയില്ല. ഒരു അമുസ്ലിം നമുക്ക് കുറച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കുറച്ചതിന്റെ ഭൂമി നമ്മുടെ പേരിൽ വിശ്വാസിക്കുന്നു, അത് സ്വീകരിക്കാൻ പാടില്ല. ഇവിടെ തീർത്തും വൈകാരികമായ ഒരു പ്രശ്നമാണുള്ളത്. എന്താണത്? വാപ്പയെ ഈ മുജാഹിദാന മകൻ മുസ്ലിക്കാണെന്ന് പറയുന്നു, അയാളെ കൊല്ലം നിർബന്ധമാണെന്ന് പറയുന്നു. വാപ്പ മൗലൂദിന്റെ പേരിൽ, ഇസ്തഖബത്തിന്റെ പേരിൽ കാഫിർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അയാൾ നന്നാക്കി പറയണ്ടേ? ശിർക്ക് ചെയ്താൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് പ്രസക്തിയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനേ ശിർക്ക് ചെയ്യാതിരിക്കാനല്ലേ? പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ്
കാഫറെന്ന് പറഞ്ഞു. എന്നിട്ടോ യാവൂയ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 4000 വട്ടം കാഫറാണ്. ഇതിൽ 4000 വട്ടം പ്രസക്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കുന്നു ഈ വാപ്പ. അതുപോലെ യുദ്ധത്തിൽ നിന്നു ഈ വാപ്പ കാഫറാകുന്നു, മുശ്രിക്കാകുന്നു. അപ്പൊ ഈ മുശ്രിക്കായ വാപ്പാന്റെ സ്വത്ത് അത് അനുഭവിക്കുന്നതിൽ ഒരു വൈകാരികമായ ധാർമ്മികമായ പ്രശ്നമുണ്ട്, മര്യാദയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരു കാഫിറിന്റെ സ്വത്ത് അനുഭവിച്ചതിനെ കുറിച്ചോ അല്ലെങ്കിൽ അനുഭവിക്കാൻ പാടുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു കാഫിർ ഒരു 10 സെന്റ് ഭൂമി നമ്മുടെ പേരിൽ എടുത്തു തന്നാൽ ഈ കാഫറാണ്, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്നല്ല ഇവിടെ അർത്ഥം. ഇവിടെ വാദിക്കുന്നത് എന്താണ്? മുസ്ലിമായിരുന്ന വാപ്പ, മുസ്ലിമായിരുന്ന വാപ്പ. ആ വാപ്പയെ കുറിച്ച് അവന്റെ നുപത്തിൽ അവന്റെ ബീജത്തിൽ ജന്മം കൊണ്ട ഈ പുത്രൻ പിന്നീട് പറയുന്നു എന്ത്, എന്റെ വാപ്പ മൗലൂദ് ചെല്ലുന്നതിന്റെ പേരിൽ മുശ്രിക്കാണ്. അങ്ങനെ പറയുന്ന വാപ്പാന്റെ സ്വത്ത് ഈ മകൻ അനുഭവിക്കുന്നതിൽ അതിന്റെ വിധി എന്താണ്? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതാ വിഷയം. എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിക്കാലത്ത് അല്ലാഹുവിന്റെ റസൂല് കുട്ടിക്കാലത്ത് അബൂ താലിബിന്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും സംരക്ഷണം ഏറ്റെടുത്തിരുന്നു. അതിവിടെ ചർച്ചാ വിഷയങ്ങളാണ്. എന്ത് അബൂ താലിബ് എടുക്കണം? ഇവിടെ ഏതെങ്കിലും അബൂജാഹിൽ നമുക്ക് 10 സെന്റ് ഭൂമി വന്നു, അല്ലെങ്കിൽ നമുക്ക് നേരത്തെ കൈ വന്നു, അതൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്നിവിടെ ആരും വാദിച്ചിട്ടില്ല. മറിച്ച് ഇവിടെ വാദിക്കുന്ന ചോദിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചോദ്യത്തിനർത്ഥം ഞങ്ങളാണ് വലിയ ചോദ്യങ്ങൾ. ഈ കുടുംബത്തിന്റെ ഉദ്ദേശം ഇവിടെ നേരത്തെ മുസ്ലിമായ വാപ്പ, ആ വാപ്പയിൽ ജനിച്ച മകൻ, ആ മകൻ പിന്നീട് മുജാഹിദാകുന്നു എന്നിട്ട് പറയുന്നു വാപ്പ കാഫിറാണ്. അങ്ങനെ കാഫിറായി പറയുന്ന ഈ വാപ്പാന്റെ സ്വത്ത് അനുഭവിക്കുന്നതിന്റെ മര്യാദ എന്താണ്? ഞാനിവിടെ പ്രമാണങ്ങളും കാര്യങ്ങളും പറയുന്നില്ല. സാമാന്യ നീതിയും സാമാന്യ മര്യാദയും സാമാന്യ ബുദ്ധിയും വെച്ചുകൊണ്ട് നോക്കിയാൽ ഇത് മര്യാദയല്ല എന്നേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. അത് സ്വീകരിച്ചിരിക്കുന്ന സഹായം ഏതെങ്കിലും ഒരു അമുസ്ലിമിന്റേതല്ല. റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് അമുസ്ലിങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട്, യുദ്ധക്കളങ്ങളിൽ വെട്ടേറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവരുടെ എണ്ണം പേരിൽ അങ്ങനെയുള്ള ആളുകളുടെ പേരിൽ റസൂലുള്ള കഴിഞ്ഞിട്ടില്ല. എന്നാൽ അബൂ ത്വാലിബ് മരണപ്പെട്ടപ്പോൾ റസൂലുള്ള കഴിയുന്നു. ആ അബൂ ത്വാലിബിന്റെ വിഷയത്തിൽ ഖുർആൻ ആയത്താകുന്നു. കാരണം ചെറുപ്പകാലത്ത് ലഭിച്ചിരിക്കുന്ന കേവലം സംരക്ഷണവും സഹായവും മാത്രമല്ല, അബൂ ത്വാലിബിൽ റസൂലുള്ള ബൈക്കത്തിന്റെ വിഷയമായപ്പോ റസൂലുള്ളാഹിക്ക് സംരക്ഷണം കൊടുത്ത അബൂ ത്വാലിബാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹുവിലേക്കും മുഹമ്മദ് റസൂലിലേക്കും ഈ സമൂഹത്തെ ക്ഷണിക്കാൻ തുടങ്ങിയ ശേഷം മുസ്ലിമായി മുബഹിദായി മുജാഹിദായി പ്രബോധനായ രംഗത്തുള്ള കാലഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബ് എന്ന പിതൃ സഹോദരന്റെ സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹിക്ക് പിതാവ് എന്ന് പറയാൻ മറ്റൊരാൾ ജീവിച്ചിരിക്കില്ല. റസൂലുള്ള ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നീട് ലഭിക്കുന്ന സഹായം തുറന്നു പോവുകയാണ്. ആ സഹായം പിതൃ സഹോദരനാണ്. ആ പിതൃ സഹോദരനായ അമുസ്ലിമായ ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെയും മുഹമ്മദ് റസൂലിനെയും പേരിന് പോലും അംഗീകരിച്ചിട്ടില്ലാത്ത അബൂ ത്വാലിബ് എന്ന കേവലം ഒരു പിതൃ സഹോദരന്റെ സഹായവും സമ്പത്തും സഹകരണവും സംരക്ഷണവും സ്വീകരിച്ച മാതൃക റസൂലിൽ ഉണ്ടെങ്കിൽ ജന്മം നൽകിയിരിക്കുന്ന പിതാവിന്റെ സമ്പത്തും സംരക്ഷണവും സഹായവും സ്വീകരിക്കാമെന്ന് തന്നെയാണ് പ്രമാണങ്ങളോട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അനുമതികൾ എന്ന് പറഞ്ഞത്. ഇവിടെ ഒന്നും ബാത്തിലായിട്ടില്ല, മറുപക്ഷം പറഞ്ഞു മാത്രമേ ബാത്തിലായിട്ടുള്ളൂ. ജന്മം നൽകിയ പിതാവിന്റെ സമ്പത്ത് അനുഭവിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ വിമർശിച്ചത്. ജന്മം നൽകിയ പിതാവിനെ കുറിച്ച് ഈ മുജാഹിദ് ഇപ്പോൾ പറയുന്നത് കാഫറാണ് എന്നാണ്. അയാളെ കൊല്ലം നിർബന്ധമാണ് എന്നാണ്. യാവൂയ മുഹിയുദ്ദീൻ എന്ന് വിളിക്കുന്ന വാപ്പയെ കൊല്ലം നിർബന്ധമാണ് എന്നാണ് മുജാഹിദിന്റെ വാദം. ആ വാപ്പ മുശ്രിക്കാണ് എന്നാണ് വാദം. ജന്മം നൽകിയ പിതാവിന്റെ സ്വത്ത് അനുഭവിക്കാൻ പറ്റൂല എന്നതല്ല തർക്കം. പിന്നെയോ തർക്കം ഏതാണ്? ജന്മം നൽകിയ, തനിക്ക് മുസ്ലിമായി ജന്മം നൽകിയ തന്റെ മുസ്ലിമായിരുന്ന പിതാവിനെ കുറിച്ച് ഇപ്പൊ മുജാഹിദ് മകൻ പറയുന്നു ഇയാൾ കാഫറാണ്, ഇയാൾ മുശ്രിക്കാണ്, ഇയാൾ കൊല്ല നിർബന്ധമാണ്. അങ്ങനെ പറയുന്ന ഒരു വാപ്പാന്റെ സ്വത്ത് അനുഭവിക്കാൻ ഈ മകന് പറ്റുമോ? ഇതാണ് വിഷയം. അബൂ താലിബിന്റെ കഥ പറഞ്ഞു. കഥ പറയുക എന്നല്ലാതെ അതിലൊന്നുമില്ല. അബൂ താലിബിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായിട്ടുണ്ടോ അബൂ താലിബ്? അബൂ താലിബ് മുസ്ലിമായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പേര് പോലും ചൊല്ലിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ വാദം പറയാനല്ല, ഞങ്ങൾ അബൂ താലിബിനെ കുറിച്ചുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കാരണം അത് ഇവിടുത്തെ ചർച്ചാ വിഷയമല്ലല്ലോ. അതേ സമയത്ത് മറുപക്ഷം പറയുന്നത് അബൂ താലിബ് മുസ്ലിമായിട്ടില്ല. അപ്പൊ മുസ്ലിമാകാത്ത ഒരു അമുസ്ലിമിന്റെ സംരക്ഷണം സദസ്സിൽ നിന്ന് ഇടപെടൽ നടക്കുന്നു, ഇവിടെ നിന്ന് ഇടപെടൽ നടക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ പറഞ്ഞിട്ടുള്ളത് മുസ്ലിമാകാത്ത ഒരു വ്യക്തി, ആ മുസ്ലിമാകാത്ത ഒരു അമുസ്ലിമിന്റെ സംരക്ഷണം സ്വീകരിക്കാൻ പറ്റൂലേ എന്ന വിഷയത്തിൽ തർക്കമില്ല. ഞാൻ പിന്നെ അതിനിപ്പോ മറുപടി പറഞ്ഞാൽ അബൂ താലിബ് മരിച്ചപ്പോൾ റസൂലുള്ളാഹി കരഞ്ഞു. നബി കരഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും അടുത്ത് ബന്ധപ്പെടുകയും സഹായിക്കുകയും ചെറുപ്പത്തിൽ സഹായിക്കുകയൊക്കെ ചെയ്ത ഒരു ഹിന്ദു മരിച്ചാൽ ചിലപ്പോൾ അയൽവാസി കരഞ്ഞു വരും. ഒരു ഹിന്ദുവിന്റെ സംരക്ഷണത്തിൽ വളർന്ന ഒരു അയൽവാസി
ആ ഹിന്ദു മരിക്കുമ്പോൾ തന്റെ സംരക്ഷകൻ മരിച്ചു എന്ന് പറഞ്ഞ് ചിലപ്പോൾ കരഞ്ഞെന്ന് വരും. പക്ഷേ ഈ കരച്ചിലാണോ ഇസ്ലാമിലെ മാനദണ്ഡം? ഒരു മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തിയുടെ സഹായം സ്വീകരിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് പാടില്ല. ആവർത്തിച്ച് പറയുന്നു, മുസ്ലിം അല്ലാത്ത, ഇതൊരു വർഗീയ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യം കൂടിയാണ്. ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു അമുസ്ലിം സഹോദരന്റെ ഏതെങ്കിലും സഹായം സ്വീകരിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിലെ വാദമില്ല, ഇസ്ലാമിലെ അംഗമായവല്ല. ഇവിടെയുള്ള ചർച്ച അങ്ങനെയല്ല. മുസ്ലിമായ തന്റെ പിതാവ് തനിക്ക് മുസ്ലിമായിക്കൊണ്ട് തന്നെ ജന്മം നൽകി. അങ്ങനെ മുസ്ലിമായി തനിക്ക് ജന്മം നൽകിയ തന്റെ പിതാവ് യാ മുഹ്യദ്ദീൻ എന്ന് വിളിച്ചതിന്റെ പേരിൽ അയാൾ കാഫിറാണ്, അയാൾ മുസ്ലിക്കാണ്, അയാളെ കൊല്ലം നിർബന്ധമാണ് എന്ന് ഈ മുജാഹിദ് മകൻ പറയുന്നു, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം പറയുന്നു. അങ്ങനെ പറയുന്ന വാപ്പയുടെ സ്വത്ത് അനുഭവിക്കാമോ? ഇതാണ് വിഷയം. എന്നല്ലാതെ മുസ്ലിമിന്റെ സ്വത്ത് വാങ്ങാമോ അനുഭവിക്കാമോ എന്നത് ചർച്ചാ വിഷയമേ അല്ല. പിന്നെ അബൂതാലിബ് കാഫിറാണെന്ന് ഞങ്ങൾ പറയുന്നതായ തെറ്റിദ്ധരിക്കരുത്. അവരിൽ സുന്നത്തിലെ അബൂതാലിബ് കാഫിറാണെന്ന് പറയുന്നില്ല. പക്ഷെ ഈ വിഷയം നമ്മുടെ ചർച്ചാ വിഷയമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിന് മറുപടി പറയാതിരുന്നതാണ്. മുജാഹിദിന്റെ വാദം സമ്മതിച്ചാൽ തന്നെ ഇയാള് അബൂതാലിബ് എന്ന് പറയുന്നു, മുസ്ലിമായിട്ടില്ലെന്ന് പറഞ്ഞു. ആവട്ടെ, അങ്ങനെയാണെങ്കിൽ തന്നെ അദ്ദേഹം മുസ്ലിം ആയതിനു ശേഷമുള്ള സ്വത്ത് അനുഭവിച്ചത്, മുസ്ലിമായി രണ്ടാമത് കാഫിറായതിന്റെ ശേഷം പിന്നെ സ്വത്ത് അനുഭവിച്ചതിനെ കുറിച്ചല്ലോ പറയുന്നത്. ഇവിടെ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല? വാപ്പ മുസ്ലിം, ആ മുസ്ലിമായ വാപ്പ മുസ്ലിമായിക്കൊണ്ട് തന്നെ മകന് ജന്മം നൽകി. ആ മകൻ പിന്നീട് വാപ്പയെ കുറിച്ച് പറയുന്നു ആ താങ്കൾ കാഫിറാണ്. അവൻ കാഫിറിനാണ് ഞാൻ ഉണ്ടായത് തന്നെ ഞാൻ ഉണ്ടായത് അർത്ഥം. കാരണം ഈ വാപ്പ ഇയാൾക്ക് ജന്മം നൽകുന്ന സമയത്ത് തന്നെ യാവോസ് വിളിക്കണമാണ്, മൗലൂദ് എതിരാണ്. അപ്പൊ ആ വാപ്പ കാഫിറിനാണ് ജന്മം തന്നെ നൽകിയത്. അപ്പൊ ഞാൻ പൊന്നാനി രാജാവിനൊക്കെ ചെന്ന് വരികയാണ്. കാരണം നിങ്ങളുടെ കാഫിറായ വാപ്പയിൽ തന്നെ ഞാൻ ഉണ്ടായത്. കാഫിറായ വാപ്പയിൽ നിന്ന് ഞാൻ ഉണ്ടായത് എനിക്ക് ബോധ്യപ്പെടാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ ഞാനത് പഠിച്ചു. അങ്ങനെ പഠിച്ചതിന് ശേഷം ഇപ്പൊ നിങ്ങൾ കാഫിറാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആയാലും മുസ്ലിമായിട്ട് ഞാൻ മോശനാണ്, ഞാൻ കൊല്ലം നിർബന്ധമാണ് എന്ന് വാദിക്കുന്ന മകൻ, ആ മകന് വാപ്പാനെ സ്വത്ത് വെക്കാൻ പറ്റുമോ, തിന്നാൻ പറ്റുമോ? ഇതാണ് വിഷയം. അത് മര്യാദയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. കുടുംബത്തിന്റെ ചോദിച്ചു ഇവിടെ മുസ്ലിമല്ലാത്ത അബൂതാലിബ് സമ്പത്തും സ്വീകരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ സ്വയം മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയും അംഗീകരിക്കുന്ന, അത് പ്രഖ്യാപിക്കുന്ന ഒരു പിതാവിന്റെ സ്വത്ത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയാൻ എന്താണ് ഇവിടെ താല്പര്യമെന്ന് എനിക്കറിയില്ല. മറ്റൊരു കാര്യം, മുജാഹിദായ ഒരൊറ്റ മക്കളും സ്വന്തം വാപ്പാനെ കൊല്ലൽ നിർബന്ധമാണ് എവിടെ പറഞ്ഞില്ല, കൊല്ലാറില്ല. മാത്രമല്ല, മുജാഹിദായ മക്കൾ സ്വന്തം പിതാക്കൾക്ക് അസുഖം വന്നാൽ അവരെ ചികിത്സിക്കുന്നവരാണ്. അവരെ മറ്റുള്ള ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ സംരക്ഷിക്കുന്നവരാണ്. അവർക്ക് വേണ്ട വിധം എല്ലാ സഹായങ്ങളും അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നവരാണ്. അതുപോലെ തന്നെ ആ പിതാവ് നൽകുന്ന സമ്പത്തും സൗകര്യങ്ങളും സ്വീകരിക്കുന്നവരാണ്. കാരണം ഇവിടെ ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക റസൂലിന്റെ മാതൃകയാണ്. റസൂലിന് നേരിട്ട് ഒരു പിതാവിന്റെ മാതൃക കാണിക്കാൻ റസൂലാകുന്ന കാലത്ത് പിതാവില്ല. പിന്നെയുള്ള തന്റെ വളർത്ത പിതാവ് കൂടിയായിരിക്കും അബൂ ത്വാലിബാണ്. അബൂ ത്വാലിബ് ചെറുപ്പത്തിൽ മാത്രമല്ല റസൂലിനെ സംരക്ഷിച്ചത്, വലിപ്പത്തിൽ സംരക്ഷിച്ചു. പ്രവാചകരായ ശേഷം സംരക്ഷിച്ചു. ആ പ്രവാചകരായ ശേഷമാണ് ബൈക്കറുണ്ടായത്. ആ ബൈക്കറത്തിൽ അബൂ ത്വാലിബിൽ പ്രവാചകത്തിലേക്ക് സംരക്ഷണം കൊടുത്ത അബൂ ത്വാലിബാണ്. ആ അബൂ ത്വാലിബിന്റെ സഹായവും സംരക്ഷണവും സമ്പത്തും അബൂ ത്വാലിബ് മരണപ്പെടും വരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു പോയിട്ടുണ്ട്, സ്വീകരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കാമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയും അംഗീകരിക്കുന്ന, അത് ഞാൻ മുസ്ലിം സ്വയം പ്രഖ്യാപിക്കുന്ന സ്വന്തം പിതാവിന്റെ സ്വത്ത് സ്വീകരിക്കുന്നതിനോ, ആ പിതാവിന് അങ്ങോട്ട് സംരക്ഷണം കൊടുക്കുന്നതിനോ, സംരക്ഷണം തിരിച്ച് ഇങ്ങോട്ട് സ്വീകരിക്കുന്നതിനോ, സമ്പത്ത് അങ്ങോട്ട് കൊടുക്കുന്നതിനോ, സമ്പത്ത് ഇങ്ങോട്ട് സ്വീകരിക്കുന്നതിനോ യാതൊരുവിധ അവസ്ഥവും തെറ്റും ഞങ്ങൾ കാണുന്നില്ല. അതാണ് ഞങ്ങൾ ആ മാർഗം സ്വീകരിക്കുന്നത് മര്യാദയല്ല എന്നുള്ളതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചെറിയ അനുവദനീയമാണോ എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സാക്ഷിക്കനുസരിച്ച് ചെയ്യാമെന്നുള്ളതാണ് പൊതുവെ ഇപ്പം നമുക്ക് ഇപ്പം ഇത് മനസ്സിലാക്കുന്നതായിട്ട്. കാരണം അത് അങ്ങനെ സ്വീകരിക്കുന്ന ഒരു മര്യാദയല്ല എന്നാണ് ലാസ്റ്റ് മുഴുവൻ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത്. അപ്പൊ ഓഡിയൻസിന് ഏകദേശം അങ്ങനെ ഈ വിഷയത്തില് ഞങ്ങൾ ഒരേ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞു. അതായത് ഇവിടെ ഇപ്പോ പറഞ്ഞിട്ടുള്ള വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്ന ആളായ ഒരു വിഷയമല്ല. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് അംഗീകരിക്കണം, ഇതിന് എന്ത് ചുരുക്കം ചെയ്യാം, അയാളുടെ പുസ്തകം വാങ്ങാൻ എന്ത് ചെയ്യാം, അങ്ങനെയാണോ വിഷയം? അതായത് ഇപ്പൊ നേരത്തെ ഒഴിവുമായി ബന്ധപ്പെട്ട് വന്നല്ലോ.
അപ്പൊ പറഞ്ഞ ഗൗരവം ഇപ്പൊ കാണില്ല. അപ്പൊ ചുരുക്കുന്നത് പോലെ തന്നെ കുടുംബമൊക്കെ പറഞ്ഞിരുന്ന ആ ഗൗരവം ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ വാപ്പ മുസ്ലിക്കാരും കുഴപ്പമില്ല, രാജാളത പറഞ്ഞാൽ മതിയാണ്. രാജാളത പറയുന്ന വാപ്പയാണോ എന്നാ പറ്റുന്ന. അപ്പൊ ഞങ്ങൾ പറഞ്ഞതിന്റെ വ്യക്തമായ ഉത്തരം ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളോട് വാസ്തവത്തിൽ ചോദ്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്ന് ഞാൻ പറയാണ്. ഞങ്ങളോട് അനുവദനീയമാണോ അല്ലേ എന്ന ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടില്ല. ചോദ്യം മുജാഹിദ് വിഭാഗത്തോടാണ്. അതുകൊണ്ടാണ് മുജാഹിദ് വിഭാഗത്തോട് ഞങ്ങൾ ആ മറുപടിയെ വിശകലനം ചെയ്യുകയാണ്. ഞങ്ങളോട് അനുവദനീയമാണോ അല്ലേ എന്നാണ് ചോദ്യമെങ്കിൽ ഞങ്ങളുടെ വ്യക്തമായ ഉത്തരം പറയും. പക്ഷെ ചോദ്യം ഞങ്ങളോടല്ല, ചോദ്യം മുജാഹിദ് വിഭാഗത്തോടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ മറുപടിയെ മാത്രം വിശകലനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എന്നല്ലാതെ ഞങ്ങളെ തെറ്റിദ്ധരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വിശദീകരണം നൽകിയത്. അനുവദനീയമല്ല. മുശ്രിക്കായ പിതാവിന്റെ സ്വത്ത്, മുശ്രിക്കായ കാഫറായ പിതാവിന്റെ സ്വത്ത് മകൻ അനന്തരമെടുക്കുന്നത്, അത് അനുഭവിക്കുന്നത് അനുവദനീയമല്ല. അനന്തരമെടുത്ത് അനുഭവിക്കുന്നത് അത് അനുവദനീയമല്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അത് അദ്ദേഹം സൂചിപ്പിച്ചതുകൊണ്ട് മാത്രം ഞങ്ങൾ ചോദിക്കുന്നു. ചോദ്യവും ഉത്തരവും തെളിവും ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ചോദ്യം ഞങ്ങളോട് അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പ്രതികരിച്ചില്ല. ചോദ്യം മുജാഹിദ് മൗലവിയോടാണ്. ഇവിടെ ഞങ്ങൾ സൂചിപ്പിച്ച ഒരേ ഒരു കാര്യം, ഇവിടെ ഒരു മര്യാദയുടെയും ഒരു ആത്മീയതയുടെയും പ്രശ്നം ഉദിക്കുന്നുണ്ട്. ഇയാൾ പറയുന്ന ലായിലാലോ മുഹമ്മദ് അങ്ങനെ ചൊല്ലുന്ന വാപ്പയാണെങ്കിൽ പിന്നെ ആ വാപ്പ പിന്നെ എന്ത് ചെയ്യുന്ന അങ്ങനെയാണെങ്കിൽ ഈ വാപ്പനെയാണ് യാവൂദിയാമുഹി വിളിക്കുന്നത്. ആ യാവൂദിയാമുഹ്യത്തിൽ വിളിച്ചാൽ 4 വട്ടം കാപ്പും 1 വട്ടം വിളിച്ചാലെന്നാണ് നിങ്ങൾ പറയുന്നത്. 1000 വട്ടം വിളിച്ചാൽ 4000 വട്ടം കാപ്പുറാമെന്നാണ് പറയുന്നത്. അപ്പൊ 1000 വട്ടം വിളിച്ചാൽ 4000 വട്ടം കാപ്പുറാം ഇന്ന് പറയുന്ന വാപ്പാന്റെ സ്വത്ത് അനുഭവിക്കൽ അനുവദനീയമാണ് എന്ന് ഒരിക്കലും വാദമില്ല. അങ്ങനെ തെളിയില്ല. അബൂതാലിബിന്റെ കഥയും മറ്റൊക്കെ അതിന്റെ വിശദീകരണം നേരത്തെ കഴിഞ്ഞതുകൊണ്ട് വൈകാരിക പ്രശ്നമില്ല. ഞാൻ അതുകൊണ്ടാണ് ഉത്തരം പറഞ്ഞ അനുവദനീയമാണ്. അത് പറയാനായ കാരണം അത് ഉത്തരം പറഞ്ഞപ്പോ പിന്നത്തെ അതൊരു വൈകാരിക പ്രശ്നത്തിലേക്ക് എത്തിക്കാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വിശദീകരിച്ചത്. അല്ലെങ്കിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, നമ്മള് പിതാവിനെ കാഫിറിനെ വിളിച്ചവരല്ല, കൊല്ലണമെന്ന് പറയുന്നവരല്ല, നമുക്കങ്ങനെ വാദമില്ല. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിക്കുന്നു. ആ അംഗീകരിക്കുന്ന ആളുകളെ സ്വത്ത് സ്വീകരിക്കാനുള്ള വാദം മാത്രമല്ല, അത് പേരിന് പോലും അംഗീകരിക്കാത്ത അബൂ ത്വാലിബിന്റെ സ്വത്ത് സ്വീകരിക്കുന്നിടത്ത് ഈ ധാർമ്മികതയുടെയും ഈ മര്യാദയുടെയും പ്രവാചക തിരുമേനിയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രവാചക തിരുമേനി മര്യാദക്ക് വിരുദ്ധം ജീവിച്ചുകൊണ്ടാണോ? പ്രവാചക തിരുമേനി ധാർമ്മികത വിട്ടു ജീവിച്ചുകൊണ്ടാണോ? അല്ല, പ്രവാചക തിരുമേനി ധാർമ്മികമായ മുഴുവൻ മര്യാദകളും പാലിച്ചിട്ടുണ്ട്. പ്രവാചകൻ മാന്യമായിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. ആ പ്രവാചക തിരുമേനി ജീവിതത്തിൽ ഒരിക്കൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുവാനോ പറയുവാനോ പിന്നെ സ്വയം സമ്മതിച്ചിട്ടില്ലാത്ത അബൂ ത്വാലിബിന്റെ സ്വത്തും സംരക്ഷണവും സഹായവും സ്വീകരിക്കുകയും തിരിച്ചു നൽകുകയും ചെയ്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു മുജാഹിദ് മകന് സ്വന്തം പിതാവായ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന ഞാൻ മുസ്ലിമായി എന്ന് പ്രഖ്യാപിക്കുന്ന പിതാവിന്റെ സ്വത്തും സഹായവും സംരക്ഷണവും സ്വീകരിക്കാമെന്നും ആ പിതാവിന് തിരിച്ചും അതുപോലെ തന്നെ സ്വത്തും സഹായവും സംരക്ഷണവും നൽകാമെന്നും ആ ബന്ധം പുലർത്തി പോകാമെന്നുമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ അനുവദനീയമെന്ന് ആദ്യമേ പറഞ്ഞു വെച്ചത്. അത് അനാവശ്യമായ ഒരു വൈകാരിക പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകേണ്ട യാതൊരു കാര്യവും ഇവിടെ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ അവസാനമായി പറയാനുള്ളത്. അനുവദനീയമാണ് എന്ന് പറഞ്ഞതല്ലാതെ അനുവദനീയമാണ് എന്നതിന് യാതൊരു തെളിവും തെളിവുദ്ധരിച്ചിട്ടുണ്ട്. ഒരു തെളിവും ഉദ്ധരിച്ചില്ല. അവസരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. യാതൊരു തെളിവും മനസ്സ് തെളിവുണ്ടല്ലോ, ഒരു തെളിവും ഉദ്ധരിച്ചിട്ടില്ല. പിന്നെ അബൂതാലിബിന്റെ പ്രശ്നം പറഞ്ഞു. അബൂതാലിബിന്റെ വിഷയം ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ്. അബൂതാലിബിന്റെയും ഇവിടെ മുജാഹിദ് മകന്റെയും നബിയുടെയും സമീപനം രണ്ടും രണ്ടാണ്. അബൂതാലിബ് മുസ്ലിം ആയിട്ടില്ല എന്നാണ് മുജാഹിദ് പറഞ്ഞത്. അബൂതാലിബ് മുസ്ലിം ആയിട്ടില്ല. അവിടെ സംഭവിക്കുന്നത് ഒരു അമുസ്ലിമിന്റെ സഹായം സ്വീകരിക്കലാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് അതല്ല. പിന്നെയോ നേരത്തെ മുസ്ലിമാണ് എന്റെ പിതാവ് എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ പിതാവിനെ കുറിച്ച് വിശ്വസിക്കുന്നു മുസ്ലിമല്ല. മുസ്ലിം അല്ലെന്ന് വിശ്വസിക്കുന്ന പിതാവിന്റെ സ്വത്ത് അനുഭവിക്കാമോ? ഇതാണ് വിഷയം. അബൂതാലിബ് നേരത്തെ തന്നെ ഇസ്ലാമിന്റെ പുറത്താണ് എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ഇസ്ലാമിന്റെ പുറത്തായ ഒരു വ്യക്തിയുടെ സഹായം സ്വീകരിക്കാൻ പാടില്ല എന്ന് വാദമില്ലെന്ന് നേരത്തെ ഇവിടെ പറഞ്ഞു. ഇവിടെ സംഭവമല്ല. അബൂതാലിബ് ആദ്യം മുസ്ലിമായി, പിന്നെ രണ്ടാമത് അതിനെ കുറിച്ച് റസൂൽ പറഞ്ഞു നിങ്ങൾ കാഫറാണെന്ന് പറഞ്ഞു. എന്നിട്ട് അക്കാഫറിന്റെ അനുഭവിക്കുന്നുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് വേണമെങ്കിൽ വാദത്തിനെങ്കിലും തെളിവാക്കമായിരുന്നു. ഇത് അങ്ങനെ ഒരു വസ്തുത അവിടെയല്ല. ഇയാൾ മുസ്ലിം ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ തന്നെ രണ്ടാമത് കാഫറായിട്ടില്ല. കാഫറായിട്ട് സ്വന്തം സ്വീകരിച്ച പ്രശ്നം അവതരിപ്പിച്ചിട്ടില്ല. അപ്പൊ അത് ഈ വിഷയവുമായി ബന്ധമല്ല. ഇവിടെ പ്രശ്നം തന്നെ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇവിടുത്തെ പ്രശ്നം ഇസ്ലാമിന്റെ പുറത്ത് നിൽക്കുന്ന ആളെ കുറിച്ച് അയാളുടെ സഹായം സ്വീകരിക്കാമോ അയാളുടെ സ്വത്ത് വാങ്ങാമോ ഇതിനെ കുറിച്ചല്ല. പിന്നെയോ ഇസ്ലാമിലേക്ക് വന്ന വാപ്പ അയാൾ മുസ്ലിമാണ്. ആ മുസ്ലിമായ വാപ്പയെ കുറിച്ച് അയാൾ മുസ്ലിമായ ജന്മം നൽകിയ മകൻ ഇപ്പോൾ പറയുന്നു അയാൾ കാഫറാണ്. അങ്ങനെ
പ്രശ്നം അതും അബൂതാലിബിന്റെ പ്രശ്നവും തമ്മിൽ വളരെ വലിയ അന്തരമുണ്ട്. പിന്നെ വൈകാരിക പ്രശ്നമാക്കി മാറ്റിയതാണ്. സുഹൃത്തുക്കളെ, ഇത് വൈകാരിക പ്രശ്നമാണ്. ഞാൻ ആക്കേണ്ടതില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എനിക്ക് 10-35 വയസ്സ് പ്രായമാകുമ്പോ ഞാൻ ജന്മം നൽകിയ എന്റെ മകൻ, ആ മകൻ ഇപ്പോൾ മുസ്ലിമായി മതത്തിൽ പഠിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ മകൻ 10-20 വയസ്സാകുമ്പോ എന്റെ മുഖത്ത് നോക്കി യാ മുഹിയത്തിനോട് വിളിക്കുന്ന വാപ്പാ നിങ്ങൾ കാപ്പറാണ് എന്ന് പറഞ്ഞാൽ അത് വൈകാരിക പ്രശ്നം തന്നെയാണ്. ആ മകൻ എന്റെ സ്വത്താൻ ഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ അനുവദനീയമാണെന്ന് വാദിക്കുമ്പോൾ അത് വികാരത്തിന്റെ പ്രശ്നം തന്നെയാണ്, ധാർമ്മികതയുടെ പ്രശ്നം തന്നെയാണ്. അതില്ല എന്നത് പറഞ്ഞതുകൊണ്ടൊരിക്കലും ഇല്ലാതാവുകയില്ല. പിന്നെ വേറെ ഒരു വിഷയത്തോടെ സൂചിപ്പിക്കുകയുണ്ടായി, കൊല്ലം നിർബന്ധമാണെന്ന് മുജാഹിദിന്റെ വാപ്പ. ഒരു മുജാഹിദും വാപ്പാനെ കൊല്ലം നിർബന്ധമാണെന്ന് പറയുന്നില്ല. അതെങ്ങനെ സുഹൃത്ത് നിങ്ങൾ വാദിക്കുക? യാതൊബിയാമുഹ്യത്തിൻ എന്ന് പറയുന്ന ഖബറിലേക്ക് നേർച്ച നേരുന്ന മനുഷ്യൻ മുഷിരിക്കാണ്, അവനെ കൊല്ലം നിർബന്ധമാണ് എന്നല്ല പറയാ. ഇന്റെ വാപ്പ മുഹമ്മദിനെ കൊല്ലം നിർബന്ധമാണ് എന്ന് എഴുതണം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങൾ ഖബറിലേക്ക് നേർച്ച നേരുന്നവൻ, മഹാത്മാക്കളെ വിളിക്കുന്നവർ അവര് മുഷിരിക്കാണ്, അവരെ കൊല്ലം നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന വാപ്പയും അങ്ങനെ ചെയ്യുന്ന ഉമ്മയും ഒക്കെ അതിന് പറ്റി. അത് അങ്ങനെ ചെയ്യാം, കൊല്ലൽ നിർബന്ധമാണ്, മുശ്രിക്കുകളാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഉപ്പയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയെ അവരുടെ സ്വത്ത് അനന്തരമായി അനുഭവിക്കുന്നത് അനുവദനീയമല്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് ചോദ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിശദീകരിച്ചില്ല. നിങ്ങൾ പറഞ്ഞ തെളിവ് വാദത്തിന് അല്ലെങ്കിൽ ചോദ്യത്തിൽ പരാമർശിച്ച വിഷയത്തിന് തെളിവല്ല. ആദ്യം അനുവദനീയമാണെന്ന് പറഞ്ഞു. തെളിവ് ചോദിച്ചപ്പോൾ തെളിവ് പറയുകയും ചെയ്തു. ആ തെളിവ് നിങ്ങൾക്ക് തെളിവല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ സ്വീകരിക്കേണ്ടതല്ലാതെ ഞങ്ങൾ സൂചിപ്പിച്ച തെളിവാണ്. കാരണം അബൂ ത്വാലിബ് ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ചിട്ടില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കാത്ത അബൂ ത്വാലിബിന്റെ ഇതിന്റെ സമ്പത്തും സംരക്ഷണവും സഹായവും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുമെങ്കിൽ വേറൊരു മാതൃകയോട് വരാനില്ല. കാരണം റസൂലുള്ളാഹിക്ക് പിതാവ് ജീവിച്ചിട്ടില്ല. പിന്നീട് പിതാവും പിതൃവുമായിരിക്കുന്ന അബൂ ത്വാലിബാണത്. ആ അബൂ ത്വാലിബിന്റെ സംരക്ഷണം അബൂ മരണപ്പെടുന്നത് വരെയുള്ള സ്വീകരിച്ചിട്ടുണ്ട്, സഹായം സ്വീകരിച്ചിട്ടുണ്ട്, സമ്പത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിതാവിന്റെ സമ്പത്ത് സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ സംരക്ഷണം സ്വീകരിക്കുന്നതിനോ ഇതാണ് ലഭിക്കും. ഖുർആൻ തന്നെ അവരുമായുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്നാണ് കാഫിറായിരിക്കുന്ന പിതാവത്തോട് വരെ പാലിക്കേണ്ട മര്യാദയെ കുറിച്ച് പറഞ്ഞത്. ദുനിയാവിന്റെ കാര്യത്തിൽ മര്യാദയ്ക്ക് വരെ വന്നാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. കൊല്ലാൻ ഈ സമൂഹത്തിൽ വീണ്ടും അനാവശ്യമായി എല്ലാവരും ഒരു മകൻ ഒരു പിതാവിനോട് നിങ്ങൾ മുസ്ലിമാനി എന്ന് പറഞ്ഞ സ്വന്തം സ്വത്തും സമ്പത്തും സംരക്ഷണം സ്വീകരിക്കുന്നതിനും തിരിച്ചു കൊടുക്കുന്നതിനും വിരോധമില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വാദിക്കേണ്ടത്. ഞങ്ങളുടെ തെളിവ് ഈ പറഞ്ഞിരിക്കുന്ന തെളിവ് തന്നെയാണ്, ഞങ്ങൾക്കത് മതിയായ തെളിവുമാണ്. അപ്പൊ ഇസ്ലാമിലുള്ള തെളിവ് പെരുക്ക് മാത്രം മതി നമുക്ക് പറയുന്നത്. ഒരു വിഷയത്തിൽ തെളിവ് പറയുമ്പോൾ രണ്ടു പക്ഷത്തിനും ബോധ്യപ്പെടണം, രണ്ടു പക്ഷം അംഗീകരിക്കുന്ന തെളിവായിരിക്കണം. ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും പ്രമാണമെന്ന് നേരത്തെ മുതൽ ആവർത്തിച്ച് പറഞ്ഞു. ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഞങ്ങളല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ തെളിവ് ബാധകമാണ്, ഞങ്ങൾക്ക് ഈ തെളിവ് ബോധ്യപ്പെട്ടതാണ്. സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെട്ടാൽ മതിയോ ഇസ്ലാമിന്റെ കാര്യം? ഇസ്ലാമിന്റെ കാര്യം എല്ലാവർക്കും തെളിവാണല്ലേ? നിങ്ങൾക്ക് മാത്രം ഖുർആനുണ്ടോ? നിങ്ങൾക്ക് മാത്രം സുന്നത്തുണ്ടോ? നിങ്ങൾക്ക് മാത്രം ഇസ്ലാമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ. ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഇസ്ലാം കേവലം ഇസ്ലാമാണെന്നാണ്. അങ്ങനെ ഇസ്ലാം നിങ്ങളുടെ ഇസ്ലാമിന് വേറെ ഖുർആന്, വേറെ സുന്നത്ത്, വേറെ ഇജ്മാഅ്, വേറെ ഖിയാസ്, വേറെ തെളിവ്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മതി, ഞങ്ങൾക്ക് മതി എന്നാണോ നിങ്ങളുടെ നയം? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഈ ചർച്ചയ്ക്ക് ഒരു പ്രസക്തിയും ഈ ചർച്ചയ്ക്കില്ല. അപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമായിരിക്കണം പറയുന്നത്. പറയുന്ന തെളിവ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ പോരാ. ചുരുക്കത്തിൽ സദസ്സ് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ തെളിവ് വളരെ ദുർബലമാണ്, വളരെ ബാധിതമാണ്. അത് അദ്ദേഹത്തിന് മാത്രം ബോധ്യപ്പെട്ട കാര്യമാണ്. ഇസ്ലാമിനും മുസ്ലിം ലോകത്തിനും അത് ബോധ്യപ്പെട്ടിട്ടില്ല. പിന്നെ പിതാവിനെ കാഫറാക്കുന്നില്ലെന്ന് പറഞ്ഞു, പിതാവിനെ കൊല്ലൽ നിർബന്ധമാണെന്ന് പറയുന്നില്ലെന്ന് പറഞ്ഞു. ഞാനതിന് മറുപടി നേരത്തെ പറഞ്ഞത് കൊണ്ട് ആവർത്തിക്കുകയാണ്. ഇന്നാനിന്റെ മുഹമ്മദ് എന്ന് എന്റെ പിതാവിനെ കൊല്ലം നിർബന്ധമാണ് എന്നത് മുജാഹിദ് പറയാനല്ല, മറിച്ച് എന്റെ പിതാവ് യാദവ്യാമുഹ്യദ്ദീൻ എന്ന് വിളിക്കുന്ന ആളാണ്. അങ്ങനെ വിളിക്കുന്നവരെ കൊല്ലം നിർബന്ധമാണ്, അങ്ങനെ വിളിക്കുന്നവർ മുശ്രിക്കുകളാണ്, അങ്ങനെ വിളിക്കുന്നവർ ആയിരപ്പെട്ട കാഫിറുകളാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ
അതിൽ നിങ്ങളുടെ പിതാവും പെട്ടു, നിങ്ങളുടെ ഉമ്മയും പെട്ടു, നിങ്ങളുടെ ജ്യേഷ്ഠാനിയന്മാരും പെട്ടു, നിങ്ങളുടെ കുടുംബാംഗങ്ങളും പെട്ടു, ഈ പ്രവർത്തനം ചെയ്യുന്ന എല്ലാവരും പെട്ടു. ഇനി പ്രത്യേകം ഓരോരുത്തരെടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നില്ല. കാര്യം മനസ്സിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച തെളിവ് റസൂലുള്ളാഹിയുടെ ചര്യയാണ്. റസൂലുള്ളാഹിയുടെ ചര്യ തെളിവല്ലായെന്നും തെളിവിന് പറ്റില്ല എന്നും അത് പ്രമാണമല്ല എന്നുമാണ് പറഞ്ഞോട് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമാണ്. ഒന്ന് ഖുർആനാണെങ്കിൽ രണ്ടാമത്തെ പ്രവാചക ചര്യയാണ്. ആ പ്രവാചക ചര്യയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമുസ്ലിമായ ഇസ്ലാം ഒരിക്കലും സ്വീകരിച്ച പോലും ചെയ്തിട്ടില്ലാത്ത തന്റെ പിതൃ തന്റെ വളർത്തുകാവുമായിരിക്കുന്ന അബൂ ത്വാലിബിന്റെ സംരക്ഷണവും